ഗുഡ് ഈവനിങ്. മാറ്റിനി ഫെമിനാലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതുപോലെ മൈൻഡ്ഫുൾനെസ്സിനെ ഹോളിസ്റ്റിക്കുമായിട്ട് കണക്ട് ചെയ്തു. ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്സിന്റെ 4ാമത്തെ സെഷനാണ് ഇളങ്കോ സാർ നമുക്ക് വേണ്ടി എടുക്കുന്നത്. ഇളങ്കോ സാർ തിരുവനന്തപുരം സ്വദേശിയാണ്, ഒരു കൺസേൺ സൈക്കോളജിസ്റ്റ് ആണ്. ഇതിനേക്കാളൊക്കെ ഉപരി മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ആ ഒരു ജീവിതചര്യയെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രായോഗിക ജീവിതത്തിൽ ഉപയോഗിക്കാൻ സ്വയമായിട്ട് മറ്റുള്ളവർക്കൊക്കെ പ്രാക്ടീസ് കൊടുക്കുന്ന ഒരു നല്ല പ്രവർത്തകൻ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സാറിലൂടെ കേൾക്കുന്ന ഈ അനുഭവങ്ങൾ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കാൻ ഏറ്റവും ഗുണപ്രദമായിരുന്നു. സോ നിങ്ങളെ ഓരോരുത്തരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഞങ്ങളുടെ പെർമിഷനോടുകൂടി ഇളങ്കോ സാറിനെയും ക്ഷണിക്കുകയാണ്. ഇളങ്കോ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ, താങ്ക്സ് എ ലോട്ട് ആൻഡ് ഗുഡ് ഈവനിങ് എവരിബഡി. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സാർ പറഞ്ഞതുപോലെ മൈൻഡ്ഫുൾനെസ്സിനെ സ്പ്രെഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കുറച്ച് അവസരം സാർ തന്നതിന് വളരെ നന്ദി. നമ്മൾ ആൾറെഡി 2-3 സെഷൻസ് ഹോളിസ്റ്റിക് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്സിലോട്ട് വന്ന് കടന്നു. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും പറയുന്ന ഒരു വാക്കാണ് അവയർനെസ്, അറ്റൻഡ്. Without any prejudgment, live in the present. That means moment to moment, enjoy with curiosity, beginner's mind, let go. ഈ 5-6 വാക്കുകൾ ഏതിനെക്കാട്ടിലും കൂടുതൽ മതിയാവുമെന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഈച്ച് വേർഡ് ഈസ് എൻ യൂണിവേഴ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ വളരെ സിമ്പിളറായിട്ട് അവെയർ, അറ്റൻഡ് എന്ന് മാത്രം പറഞ്ഞാൽ, ഈ അവെയർ എന്ന് പറയുന്നത് തന്നെ ഒരു ദിവസം നമുക്ക് ക്ലാസ് എടുക്കാം. വിച്ച് ടൈപ്പ് ഓഫ് അവയർനെസ്? അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു കാണും. വി നെവർ യൂസ് എ വേർഡ് കോൺസെൻട്രേറ്റ്. അപ്പൊ കോൺസെൻട്രേറ്റും അറ്റൻഡിനും എക്സ്ട്രീംലി ഡിഫറൻസ് ഉണ്ടെന്നും, ചെറിയ ഗ്യാപ്പല്ല, ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. അതേപോലെ ഈ ഓരോ വേർഡിനും നമ്മൾ പെർഫെക്റ്റ്ലി അല്ലെങ്കിൽ റൈറ്റ്ലി മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പൊ ഗുണം ചെയ്യുന്നതിന് ഞാൻ കാഷ്വലി ഒന്ന് സാബു സാറിന് വേണ്ടി റിഫ്രഷ് ചെയ്ത് നോക്കി, മൈൻഡ്ഫുൾനെസ്സിന് ഞാൻ ഉദ്ദേശിച്ചതെല്ലാം ശരിയാണോ. അപ്പൊ ഇന്ന് ഞാൻ വായിച്ച് നോക്കിയപ്പോൾ ഒന്നുകൂടെ മൈൻഡ്ഫുൾനെസ് എന്തൊക്കെ ചെയ്യും എന്ന് ഞാൻ ഒന്ന് നോക്കിയതാണ്. മീൻസ് ഇൻഡിവിജ്വലിൽ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, ബെറ്റർ സ്ലീപ്പ്. ഒരു മനുഷ്യനെ കൊണ്ട് ഉറങ്ങാൻ പറ്റും. രണ്ടാമത്, അവൻ്റെ സ്ട്രെസ് റിലീസാവും. അപ്പോൾ സ്ട്രെസ് റിലീസാവും, ഉറങ്ങാൻ പറ്റും, ആഹാരം നേരെ ചൊവ്വേ കഴിക്കും. പിന്നെ അവൻ്റെ ഇമോഷണൽ റെഗുലേഷൻ കൂടുതലായിരിക്കും. എമോഷൻ റെഗുലേഷൻ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു അബ്രഹാം എന്താ ഒരു സാറ് കുറേ കാര്യങ്ങളൊക്കെ പണ്ട് പറയുമായിരുന്നല്ലോ സാർ, ഓരോരോ ക്ലാസ്സിലും. നമുക്ക് നാട്ടുകാരുടെയൊക്കെ മനുഷ്യനാണോ എന്ന് ചോദിക്കും, നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിക്കും, നീ ഭ്രാന്തനാണോ എന്ന് ചോദിക്കുന്നു. ആ ലെവലിലോട്ട് ആൾക്കാർ അങ്ങനെയൊക്കെ ചിന്തിച്ചാലും നമുക്ക് ഒരു എമോഷന് റൈറ്റ്ലി റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ബെറ്റർ മെമ്മറി കിട്ടും. ഇതിനെല്ലാം ഉപരി അടുത്ത ഒരു ലൈൻ പറഞ്ഞിരിക്കുന്നതാണ് എനിക്ക് എക്സ്ട്രീംലി ഇഷ്ടപ്പെട്ട്, സ്ട്രോങ് റിലേഷൻഷിപ്പ്. അപ്പം സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മൈൻഡ്ഫുൾ ആകുവാണെങ്കിൽ അവൻ മാത്രമല്ല ബെനിഫിറ്റ് ആകുന്നത്, മറ്റുള്ളവരും ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഈ മൈൻഡ്ഫുൾനെസ് പറഞ്ഞു തരുന്നത്. മീൻസ് യുവർ റിലേഷൻഷിപ്പ് വിൽ ഗെറ്റ് എൻഹാൻസ്ഡ് ആൻഡ് യുവർ റിലേഷൻഷിപ്പ് ഈസ് നോട്ട് ടച്ച് ആൻഡ് ഗോ, ഇറ്റ് ഈസ് നോട്ട് സോഫ്റ്റ് റിലേഷൻഷിപ്പ്, എക്സ്ട്രാordinary ബോണ്ടിങ് റിലേഷൻഷിപ്പ്, സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ലൈൻ കൂടെ പറഞ്ഞു തരുന്നു, കോഗ്നിറ്റീവ് ഇംപ്രൂവ്മെന്റ്. കോഗ്നിറ്റീവ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കോഗ്നിഷൻ എങ്ങനെയാണ് ഓരോരുത്തരും ഏത് സമയത്ത് എന്ത് ചെയ്യണം, ബ്രെയിൻ ചിന്തിക്കുന്നതും കൈ അനങ്ങുന്നതും കാൽ അനങ്ങുന്നതും അല്ലാതെ ബോഡിയുടെ ഒരേ രീതിയിൽ സിങ്ക് ആയി പോവുകയാണെങ്കിൽ മാത്രമേ അത് നല്ല ഒരു കോഗ്നിഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഇംപയർമെന്റ് എന്നാണ് നമ്മൾ സൈക്കോളജിയിലൊക്കെ വേർഡ് എഴുതുന്നത്. ഹി ഹാസ് കോഗ്നിറ്റീവ് ഇംപയർമെന്റ് ആൻഡ് 20%, 30% ആർ സം പെർസെൻറ്റേജ് എന്ന് എക്സ്ട്രാ പറഞ്ഞു കൊടുക്കും. അപ്പോൾ
ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് ഈ മൈൻഡ്ഫുൾനെസ് സ്ട്രോങ് റിലേഷൻഷിപ്പ് കൊണ്ടുവരും. ഈ കൊണ്ടുവരണമെങ്കിൽ ഇനിഷ്യലി എന്നെക്കുറിച്ച് എനിക്ക് മനസ്സിലായിരിക്കണം. എന്നെക്കുറിച്ച് എന്നെ മനസ്സിലായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് അടുത്ത് ഞാൻ ഒരു 10 ബെനിഫിറ്റ്സ് ഓഫ് കോഗ്നിറ്റിവിറ്റി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് യൂണിഫൈഡ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. മീൻസ് ഈ കൊഗ്നിഷൻ ഇമ്പ്രൂവ്മെന്റും സ്ട്രോങ് റിലേഷൻഷിപ്പിനും ഞാൻ റിലേറ്റ് ചെയ്യാൻ, ബിക്കോസ് സാർ എനിക്ക് പറഞ്ഞു തന്ന ടോപ്പിക് ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ് ആണ്. മൈൻഡ്ഫുൾനെസ് ഒരു മനുഷ്യൻ നീ നന്നാകു ഞാൻ നന്നാകും എന്ന് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുന്നതിന് പകരം ഞാൻ നന്നാകണം, നീയും നന്നാകണം, മറ്റുള്ളവരും നന്നാകണം എന്ന് പറയുവാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കംസ്. ഞാൻ ഒരിടയ്ക്ക് അത് പറഞ്ഞിരുന്നു തോന്നുന്നു, 4 പേർ ആരാണെന്ന് ചോദിച്ചു. നാട്ടിലുള്ള 4 പേരിൽ ആദ്യത്തെ ആൾ ഞാനാണ്, രണ്ടാമത്തെ ആൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളാണ്, മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഈ 2 പേരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബൈസ്റ്റാൻഡർ, ഹി ആർ ഷീ ആണ്. നാലാമത്തെ ആളെന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് ആർ സൊസൈറ്റി. അപ്പം ഈ 4ഉം കൂടെ ചേർന്നാണ് ഒരു ടോട്ടൽ സോഷ്യൽ സിസ്റ്റം ഫോമായി നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ സൊസൈറ്റി നന്നാകണമെങ്കിൽ ആദ്യം ഞാൻ നന്നാകണം, അടുത്ത് മുമ്പിലിരിക്കുന്ന ആളെ നന്നാക്കണം. ഈ 2 പേരെയും കണ്ട് മൂന്നാമത്തെ ആൾ ഇൻഫ്ലുവൻസ് ആയി അവരും നന്നാകും. 3 പേരും നന്നാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ അടുത്ത ആൾ നിൽക്കുന്ന ആൾ മൂന്നാമത്തെ ആളായിട്ട് നമ്മൾ ഭാവിച്ചാൽ, ഇങ്ങനെ കുറേ മൂന്നാമത്തെ ആളുകൾ ചെയ്യുമ്പോൾ ആ 4ാമത്തെ ഏരിയ മീൻസ് ആ ടോട്ടൽ വാട്ട് യു കോൾ ദാറ്റ് പ്ലെയിൻസ് അല്ലെങ്കിൽ എൻവയോൺമെന്റ്, വാട്ട് എവർ യു കോൾ ഇറ്റ്, അത് നന്നാവും. ഇത് നന്നാകണമെങ്കിൽ ഈ നന്നാകുന്നതിന് പ്രക്രിയ എങ്ങനെ വരുന്നു പറഞ്ഞാൽ ബിക്കോസ് ഓഫ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ്. ഹൗ സ്ട്രോങ് റിലേഷൻഷിപ്പ് ഇസ് മേഡ്? It is made because of a cognitive improvement. Then how to improve cognitive? Improving cognitive is by knowing myself rightly. ഞാൻ എന്ത് ചെയ്യാവോ, എന്ത് പറയാവോ, എന്ത് കേൾക്കാവോ, എന്ത് ബിഹേവ് ചെയ്യാവോ, അത്രയേ ചെയ്യാവൂ. ഞാൻ എൻ്റെ ജോലിയെടുക്കുന്ന മുതലാളിയെടുത്ത് പോടാ ഡാഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അങ്ങേരെ ജോലിയിലിരുന്ന് ഇറക്കി വിടും. അപ്പം ഐ വിൽ ബി ലൂസിങ് മൈ ജോബ്, ഐ വിൽ ബി ലൂസിങ് മൈ ടെമ്പർ, ഐ വിൽ ബി ലൂസിങ് മൈ എമോഷൻ, ഐ വിൽ ബി ലൂസിങ് മൈ ലോക്കൽ സ്റ്റാൻഡി. അപ്പോൾ എൻ്റെ കൊഗ്നിഷൻ ഇംപ്രൂവ്മെന്റിന് ഞാൻ ആരാണെന്ന് മനസ്സിലായിരിക്കണം. ഞാൻ ആരാണെന്ന് മനസ്സിലാകുന്നത് എപ്പോഴാണ്? വെൻ ഐ ഇംപ്രൂവ് മൈ സോഷ്യൽ അവയർനെസ്, വെൻ ഐ ഹാവ് റൈറ്റ് സോഷ്യൽ അവയർനെസ്. എങ്ങനെ സോഷ്യൽ അവയർനെസ്സിനെ നമുക്ക് കൂട്ടാൻ പറ്റും? ബൈ നോയിങ് സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഇതെല്ലാം ഒരു ലിങ്കാണ്. ഈ മൈൻഡ്ഫുൾനെസ്സിന്റെ ക്ലാസ് എടുക്കാൻ വന്നിട്ട് ഇവൻ സോഷ്യൽ അവയർനെസ് പറഞ്ഞു, ഇവൻ സെൽഫ് ഇംപ്രൂവ്മെന്റ് പറഞ്ഞു, കൊഗ്നിറ്റീവ് ഇംപ്രൂവ്മെന്റ് പറഞ്ഞു, അല്ലെങ്കിൽ സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു. സ്ട്രോങ് റിലേഷൻഷിപ്പൊക്കെ, ഭാര്യ ഭർത്താക്കളുടെ റിലേഷൻഷിപ്പൊക്കെ നമ്മുടെ കൂടുതലും ക്ലാസ് എടുക്കുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് വിൻസെന്റ് ജോസഫ് സാറാണ്. അദ്ദേഹമാണ് പ്രീ മാരിറ്റൽ പോസ്റ്റ് മാരിറ്റലിലൊക്കെ ഉസ്താദ്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരുടെ ടോപ്പിക്കുകളിലോട്ട് ഞാൻ വന്നോന്ന് ചോദിച്ചാൽ അല്ല. മീൻസ് ഐ ആം ട്രൈങ് ടു ഫ്ലോ. നമ്മൾക്ക് നമ്മുടെ ബ്രെയിനിൽ ന്യൂറൽ നെറ്റ്വർക്ക് എങ്ങനെ പുതിയതായിട്ട് ഫോം ചെയ്യാൻ പറ്റും. എവറി ഡേ സെയിം ന്യൂറൽ നെറ്റ്വർക്ക് മാത്രം ഫയർ ചെയ്തുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ ഇഗ്നൈറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ഓട്ടോപൈലറ്റ് മോഡ്. ഓട്ടോപൈലറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മളറിയാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം മൈൻഡ്ഫുൾനെസ് തുടങ്ങിയാൽ ഞാൻ അവയർനെസ്, അറ്റൻഡ്, ലിവ് ഇൻ ദ പ്രസന്റ്, മൊമെന്റ് ടു മൊമെന്റ്, വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്, വിത്ത് ക്യൂരിയോസിറ്റി, ബിഗിനേഴ്സ് മൈൻഡ്, ലെറ്റ് ഗോ എന്നൊക്കെ ഇങ്ങനൊക്കെ കടകടാന്ന് ഒരു 7 വേർഡും പറയുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഹാസ് ബിക്കം ഓട്ടോപൈലറ്റ് ബിക്കോസ് ഓഫ് മൈ റിപ്പീറ്റഡ് റീഇൻസ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പർട്ടിക്കുലർ വേർഡ്സ്. അപ്പം ഞാനത് പുതിയ പാതയിലോട്ട് കടക്കണമെങ്കിൽ പുതിയ തിങ്കിങ് ആണ്. പുതിയ തിങ്കിങ്ങിൽ എന്ത് ചെയ്യും? ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ സ്ട്രോങ് റിലേഷൻഷിപ്പ്, യു ഷുഡ് ഇംപ്രൂവ് യുവർ കോഗ്നിറ്റീവ്. If you have to improve your cognitive, you should have right self-awareness.
ബിക്കോസ് ഓഫ് ദ സോഷ്യൽ സിസ്റ്റം. ഞാൻ ആരാണെന്ന് മനസ്സിലായാൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആരാണെന്ന് പറഞ്ഞു തരുന്നതിന് എനിക്ക് തോന്നുന്നു, ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. കുതിരോട്ടം പപ്പു അല്ലേ സാർ ഒരു സിനിമയിൽ ചോദിക്കുന്നത്, താൻ ആരാണെന്ന് തനിക്ക് അറിഞ്ഞുണ്ടെങ്കിൽ താൻ ആരാണെന്ന് ഞാൻ എന്നോടത്ത് ചോദിക്കും, ഞാൻ താൻ ആരാണെന്ന് തനിക്ക് പറഞ്ഞു തരാം. അല്ല, മണിച്ചിത്രത്താഴല്ല സാർ, തേന്മാവിൻ കൊമ്പ്. തേന്മാവിൻ കൊമ്പത്ത്. ഈ തേന്മാവിൻ കൊമ്പത്തില് യഥാർത്ഥത്തില് ഈ കുതിരോട്ടം പപ്പുയുടെ വായി കൂടെ ആ കഥാകൃത്ത് ചോദിക്കുന്ന ചോദ്യം എന്താന്ന് പറഞ്ഞാൽ, ഡു യു നോ വാട്ട് ഈസ് സെൽഫ് അവയർനെസ്? ഹാവ് യു എവർ ലേൺഡ് സെൽഫ് അവയർനെസ് എന്നാണ് ചോദിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നാട്ടുകാരുടെ അടുത്ത് സെൽഫ് അവയർനെസ് പഠിക്കും മക്കളെ, നീ നിന്നെ കുറിച്ച് മനസ്സിലായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കറക്റ്റായിട്ട് പറയത്തില്ല, അല്ലെങ്കിൽ പോടെ നിനക്ക് വേറെ ജോലി ഇല്ലെന്ന് വയ്ക്കും. അപ്പം അതിന് അവർ ചെയ്ത മീൻസ് ആ ഡയറക്ടർ ചെയ്ത വാക്കാണ് എന്ത് വാക്ക്? സിംപിളറായിട്ട് പറഞ്ഞു, താൻ ആരാണെന്ന് തനിക്ക് അറിഞ്ഞുണ്ടെങ്കിൽ താൻ ആരാണെന്ന് എന്നോടത്ത് ചോദിക്കും, ഞാൻ താൻ ആരാണെന്ന് തനിക്ക് പറഞ്ഞുതരാം. ദിസ് എ ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് വേണ്ട, എന്നെ കുറിച്ച് പറയുന്നത് അത് സെക്കൻഡാണ്. ഈ ഫസ്റ്റ് ഫേസിൽ ചോദിക്കുന്നത്, ജോഹാരി എന്ന് ഒരു മനുഷ്യൻ, മീൻസ് ഒരു മനുഷ്യനല്ല, രണ്ടുപേര്, ജോസഫ് ലുഫ്റ്റും ഹാരി ഇൻകാം എന്ന് രണ്ടുപേരുണ്ട്. ഇവർ രണ്ടുപേരും സാർ എനിക്ക് ഷെയറിംഗ് പെർമിഷൻ ഉണ്ടോ? ഉണ്ട്. ഞാൻ അത് കൂടെ കാണിച്ചു കൊടുക്കാം. ഓക്കെ സാർ. 1955 റൈറ്റ് 1955 ജോസഫ് ലുഫ്റ്റ് എന്ന് പറഞ്ഞ ഒരാളും ഹാരി ഇൻകാം എന്ന് പറഞ്ഞ ഒരാളും രണ്ടുപേരും കൂടെ ചേർന്ന് ഫോർമുലേറ്റ് ചെയ്ത ഒരു കാര്യമാണ്, മനുഷ്യൻ അവനെ കുറിച്ച് ആദ്യം മനസ്സിലായിരിക്കണം. അവൻ മനസ്സിലായാൽ മാത്രമേ അവൻ മൈൻഡ്ഫുൾ ആയിട്ട് അവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് എപ്പോഴും ഞാൻ യോഗയോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ചെയ്യുന്നതല്ല. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് സൊസൈറ്റിയിൽ ഞാനൊരു എലിമെന്റ് ആണ്. ഐ ഷുഡ് ഗീവ് ദ സ്പേസ് ടു സംബഡി എൽസ് ആൾസോ. അടുത്തവന്റെ മൂക്കിന്റെ അറ്റം വരെയേ ഉള്ളൂ എൻ്റെ ലിബർട്ടി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതനുസരിച്ച് നടക്കുമ്പോഴാണ് ഐ ബിക്കം എ റൈറ്റ് സിറ്റിസൺ അല്ലെങ്കിൽ റൈറ്റ് മൈൻഡ്ഫുൾ സിറ്റിസൺ. ഇത്രയും ആകണമെങ്കിൽ ഐ ഷുഡ് നോ അബൌട്ട് സെൽഫ് അവയർനെസ്. ഈ സെൽഫ് അവയർനെസ്സിന് ഇവിടെ എല്ലാവർക്കും അറിയാമെന്നാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് സിൻസ് എവരിബഡി ആർ ട്രെയിനേഴ്സ് ആർ മാസ്റ്റേഴ്സ്. സ്റ്റിൽ ഞാനതൊന്ന് പറഞ്ഞു തരാം, സിമ്പിളറായിട്ട്, വലിയ വാർഡുകളല്ല. ഈ ഇദ്ദേഹം പറഞ്ഞു തന്നത് ഇങ്ങനെ 4 പോർഷൻ ഉണ്ട്. 4 പോർഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് ഒന്ന് ജസ്റ്റ് ഒരു ലൈൻ വേണമെങ്കിൽ ചോദിക്കാം. അല്ല, അത് എങ്ങോട്ട് പോയി? സെൽഫ് അവയർനെസ്. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ ചോദ്യം ചോദിച്ചാൽ, ഓപ്പൺ ചോദ്യം, കൈൻഡ്ലി ട്രൈ ടു തിങ്ക് ഓർ റിമെമ്പർ, താങ്കൾ ഓരോരുത്തരും എത്ര പെർസെൻറ്റേജ് സെൽഫ് അവയർഡാണ്? സെൽഫ് അവയർ ആണോ? യെസ്, ഐ ആം എ സെൽഫ് അവയർഡ് പേഴ്സൺ. സെൽഫ് അവയർനെസ് 100% ഉണ്ട്. എത്ര ശതമാനം ഉണ്ട് എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? കയ്യിൽ വെച്ചോളുക. എനിക്ക് ഓപ്പൺ ആയിട്ട് ആരും ഡിസ്ക്ലോസ് ചെയ്യണ്ടേ. യു ഡിസൈഡ്, തിങ്ക് ആൻഡ് സേ ഇൻ യുവർ മൈൻഡ്. ഞാൻ ചോദിച്ച പല സമയങ്ങളിലും ഞാൻ ഇഷ്ടംപോലെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഒരു 95% ആൾക്കാരും 100, 85, 80, 95 ഇങ്ങനെയൊക്കെയാണ് ആൻസറുകൾ എപ്പോഴും എല്ലാവരും തന്നുകൊണ്ടിരുന്നത്. അപ്പം അതിനുശേഷം ഞാൻ ഈ സ്ലൈഡ്, അടുത്ത സ്ലൈഡ് കാണിക്കും. അടുത്ത സ്ലൈഡ് എന്ത് സ്ലൈഡ്? This is a second slide which I wanted to tell you all. ഒരു മനുഷ്യൻ, എനിക്ക് എന്നെ കുറിച്ച് അറിയാം. എന്തറിയാം? ഇളങ്കോ is a guy who is practicing mindfulness. Ilango is a guy who talks about mindfulness in Sabusa's platform. Ilango is a guy who is a psychologist. Ilango is a guy who has a beard
on his face. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് എന്നെക്കുറിച്ച് അറിയാം. ഈ സെയിം കാര്യങ്ങൾ റോയ് സാർ തൊട്ട് സാബു സാർ തൊട്ട് എല്ലാവർക്കും അറിയാം. ഇളങ്കോർ താടി വെച്ചവനാണ്, ഇളങ്കോ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് സംസാരിക്കും, ഇളങ്കോ ഒരു സൈക്കോളജിസ്റ്റ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ അറിയാം. ദാറ്റ് മീൻസ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് എന്നെക്കുറിച്ച് അറിയാം. ബാക്കി താങ്കളെ പോലെ കേട്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാത്ത സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർക്കും അറിയാം. സോ ദിസ് ഇസ് വൺ പാർട്ട്. ഇഫ് യു ഡിവൈഡ് യുവർ സെൽഫ് അവയർനെസ് ഇൻ 100 ഏരിയ, 100 ടോട്ടലി വെച്ചിരുന്നാൽ ക്വാണ്ടമൈസ് ചെയ്യുമ്പോൾ 25% ഇത്രയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, എല്ലാവർക്കും എന്നെക്കുറിച്ച് അറിയാം. ഇവൻ മലയാളം ശരിക്കും സംസാരിക്കാൻ അറിയാത്തവനാണ്, പക്ഷെ മലയാളത്തിലേ സംസാരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇവൻ ഒരു പാണ്ഡ്യാണ്, പക്ഷെ ഇവൻ ഒരു ചേരനെ പോലെ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഇവൻ ഒരു ട്രിവാൻഡ്രംകാരനാണ്, ഇവൻ നോർത്തിലുള്ള ആൾക്കാർക്കെല്ലാം ഈ സെയിം മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് മീൻസ് ബാക്കിയുള്ളവരെല്ലാം എന്നെക്കുറിച്ച് ഒരു അസസ്മെന്റ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ബട്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എന്ത് വിചാരിക്കുന്നു? ഞാൻ വിചാരിക്കുന്നു ഞാനാണ് ഉസ്താദ് മൈൻഡ്ഫുൾനെസ്സിൽ. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാം എല്ലാവർക്കും മനസ്സിലാകുന്നു, എൻ്റെ ഭാഷ എല്ലാവരും ക്ലിയർ ആയിട്ട് റിസീവ് ചെയ്യുന്നു, എൻ്റെ ഭാഷ കറക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു 100% വിത്തൗട്ട് ഗ്യാപ്പ് എന്നാണ് ഞാൻ വിചാരിച്ച് ക്ലാസ് എടുത്തോണ്ട് പോകുന്നത്. അപ്പം ഇതാണ് സെക്കൻഡ് ഏരിയ. ദാറ്റ് മൈറ്റ് ബി ദ ബ്ലൈൻഡ് സ്പോട്ട് ഫോർ ഇളങ്കോ. ഇളങ്കോടെ ചില വാക്കുകൾ തമിഴ് കലർന്ന അല്ലെങ്കിൽ ഒരു പാണ്ഡീസമുള്ള ഒരു വാക്കുകളായിരിക്കാം. ഇതിന്റെ കറക്റ്റ് അർത്ഥം ചിലപ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിലായില്ലെന്ന് വരാം. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ പാണ്ഡി, ചേരൻ, ഇങ്ങനെ കുറേയൊക്കെ വാക്കുകൾ പറഞ്ഞ ഇവൻ ഏതൊക്കെ ലോകത്തിലിരുന്നാണ് സംസാരിക്കുന്നതെന്ന് ചിലർ വിചാരിക്കാം. അപ്പം ബട്ട് ഐ ഫീൽ ദാറ്റ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും 100% മനസ്സിലാകുന്നതാണ്. ദാറ്റ് ഈസ് എ ബ്ലൈൻഡ് സ്പോട്ട് ഫോർ മീ. ഇൻ കേസ് ഇഫ് യു തിങ്ക് ഇൻ ദാറ്റ് ആംഗിൾ വാട്ട് ഐ എക്സ്പ്രസ്ഡ് നൗ. അപ്പം ബാക്കിയുള്ളവർക്കെല്ലാം എന്നെക്കുറിച്ച് അറിയാം, കറക്റ്റായിട്ട് എക്സ്പ്രസ് അറിയാത്തവനാണ്, അല്ലെങ്കിൽ ഇവന്റെ അക്സെന്റ് കറക്റ്റ് മലയാളം അല്ല, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയേ സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് കുറേ രീതിയിൽ പോകുന്നതൊക്കെ. അപ്പം അത്രയും എനിക്കറിയാതെ ഞാൻ വിചാരിക്കുന്ന ഈ 1 hour സെഷനിലേക്ക് നന്നായിട്ട് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ദാറ്റ് ഈസ് എ സെക്കൻഡ് ഏരിയ. യു ഗീവ് 25 marks ടു ദാറ്റ്. ഔട്ട് ഓഫ് ദാറ്റ് ഹൗ മച്ച് യു വാണ്ട് ടു ഗീവ്. മൂന്നാമത്തെ ഒരു ഏരിയ ഹിഡൻ ഏരിയ. ഏരിയ എന്താന്ന് പറഞ്ഞാൽ ഇളങ്കോയെ കുറിച്ച് 100% അറിയാം, പക്ഷെ നാട്ടുകാർക്ക് ആർക്കും അറിഞ്ഞൂടാ. ഇൻക്ലൂഡിങ് മൈ മിസ്സസ്, ഇൻക്ലൂഡിങ് മൈ ഡോട്ടർ, ഇൻക്ലൂഡിങ് മൈ ഫാദർ, ഇൻക്ലൂഡിങ് മൈ മദർ, ഇൻക്ലൂഡിങ് മൈ ബ്രദർ-ഇൻ-ലോ, സിസ്റ്റർ-ഇൻ-ലോ ആർ സിസ്റ്റർ ബ്രദർ, ആർക്കും ഒന്നറിഞ്ഞൂടാ. ഞാൻ എൻ്റെ മാത്രം മീൻസ് ഞാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു സുന്ദരി കുട്ടീനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വരുന്നതെല്ലാം എനിക്ക് മാത്രമേ അറിയാവൂ, ബാക്കി ആർക്കും ഒന്നും അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഒരു നല്ല KSRTC ബസ്സിൽ നല്ല ഒരു മീൻസ് KSRTC എന്ന ഡിസൈൻ എഴുതിയിരിക്കുന്നത് ഞാനൊരു കൽപ്പനാശക്തി കൊണ്ട് എന്തൊക്കെയോ കാണുന്നത് ബാക്കി ആർക്കും അറിഞ്ഞൂടാ. ഇപ്പൊ രണ്ട് സ്വിഫ്റ്റും കൂടെ ഉറച്ചി അതിൽ ഇലക്ട്രിക്കൽ സ്പോട്ടുകളൊക്കെ കുറേയൊക്കെ ഡാമേജ് വന്നതായിട്ടൊക്കെ ഇപ്പൊ വാട്സാപ്പിൽ ഒരുപാട് വന്ന്. അപ്പൊ ഞാൻ അതിനകത്ത് എന്തിനാണ് ഇങ്ങനെ വന്നത്, അപ്പം ഇലക്ട്രിക്കൽ പോയിന്റുകളെല്ലാം അകത്തോട്ട് പുഷ് ചെയ്ത് വെച്ചിരുന്നാ പോരെയെന്ന് ഞാനായി ചിന്തിച്ചത് നാട്ടുകാർക്ക് ആർക്കും അറിഞ്ഞൂടാ. സോ ദാറ്റ് ഈസ് എ ഹിഡൻ ഏരിയ. ബട്ട് നാട്ടുകാർക്ക് ആർക്കും അറിഞ്ഞൂടാ, എനിക്ക് മാത്രം അറിയാം. ദാറ്റ് ഈസ് എ തേർഡ് ഏരിയ. ദ ഫോർത്ത് ഏരിയ ഈസ് unknown to me and unknown to others also. അതെന്താന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോരോ ലെവലിൽ പ്രോഗ്രഷനായി അവർ വളർന്നു വരികയാണ്. ഞാൻ സിമ്പിളായിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ, ഈ OOV ബ്ലൂ നീലം കൊണ്ടുവന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ ഒരു മനുഷ്യനായിരുന്നു കേട്ടത്, ഈ പേര് ഇന്ന് വിട്ടുപോയി. അല്ലെങ്കിൽ നമ്മുടെ ലുലുമാൾ തുടങ്ങിയ യൂസുഫ് അലി സാഹിബ്, അദ്ദേഹം പറഞ്ഞു തരുന്നു. അദ്ദേഹം ഒരു 10-30 വർഷത്തിന് മുമ്പ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഇത്രയും വേൾഡിൽ അറേബ്യയിലിരുന്ന് എയറോപ്ലെയിൻ വിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയി ചികിത്സിക്കും. ഇൻ കേസ് ഇദ്ദേഹം താഴെ എന്തെങ്കിലും ആക്സിഡന്റ് 30 വർഷത്തിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തുവായും തോന്നല്, എടാ വട്ടാ, നീ ഇമ്മീഡിയറ്റ്ലി കുതിരോട്ടം പോകേണ്ട ആളാണെന്ന് അന്ന് ചിന്തിച്ചിരിക്കാം. സാർ പറയുന്നത്. സാബു സാർ. യെസ് സാർ, യെസ് സാർ. അതെ,
That is the fourth area, unknown to me and unknown to others. അതെന്ന് പറഞ്ഞാൽ ഓരോരോ സിറ്റുവേഷനിലും ഓരോരോ ലെവലിലാണ് വരുന്നത്. വരുന്നതിന് മുമ്പ് ഒരാളുടെ അടുത്ത് പറഞ്ഞ, അല്ലെങ്കിൽ അങ്ങേർക്ക് ഒരു ലോട്ടറി അടിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ നമ്മുടെ ഇന്നസെന്റ് അല്ലേ, ഒരു വീട്ടിൽ ജോലിക്കാരനായിട്ട് നിൽക്കുന്ന ലോട്ടറി അടിച്ച് 1 3 നെക്സ്റ്റ് എന്ന് പറയും. അത് കഴിഞ്ഞ് ഓണറെ പിടിച്ച് ശരിക്കും ചീത്ത വിളിക്കും. അപ്പം അത്ര ലെവലിലോട്ട് പോകുന്നതാണ് ദ ഫോർത്ത് ഏരിയ. ഈ 4ഉം കൂടെ ചേർന്നിട്ട് 25 അലൊക്കേഷനിലാണ് ജനറലി ഉള്ളത്. ഇതാണ് ജോഹാരി പറയുന്നത്, ജോസഫ് ലിഫ്റ്റ് ആൻഡ് ഹാരി ഇൻകാം. രണ്ടുപേരുടെയും ആദ്യത്തെ കുറെ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഷോർട്ട് ഫോം എടുത്തിട്ടാണ് ജോഹാരിയുടെ ജോയും ഹാരിയുടെ HARയും കൂടെ എടുത്തിട്ട് ജോഹാരി വിൻഡോ എന്ന് മാറ്റിയത്. അപ്പോൾ ഈ ജോഹാരി വിൻഡോയിനാണ് ഐ എം ട്രൈങ് ടു ടെൽ അബൌട്ട് സെൽഫ് അവയർനെസ്. ഈ 4 പോർഷനും നോർമലി ഉള്ള 25 ഇതേപോലെ വലുതാക്കാൻ പറ്റുവാണെങ്കിൽ, മീൻസ് ദ സെൽഫ് അവയർനെസ്സിൽ എനിക്കറിയാം, നാട്ടുകാർക്കും അറിയാവുന്ന ആ പോർഷനെ വലുതാക്കി കൊണ്ടുപോകുവാണെങ്കിൽ 65 75 85 എന്ന് നമ്മൾ കൊണ്ട് ചെല്ലുവാണെങ്കിൽ വി ബിക്കം മോർ സെൽഫ് അവയർ. അതല്ല, ഞാൻ മൂന്നാമത്തെ ഏരിയ കൂടുതൽ കൊണ്ടുവരണം, എനിക്ക് മാത്രം വെരി ഇൻട്രോവേർട്ട്, ഐ മെ നോട്ട് ഏബിൾ ടു ഗ്രോ, അല്ലെങ്കിൽ എനിക്ക് ബ്ലൈൻഡ് സ്പോട്ട് വെരി കൂടുതലായിരിക്കുവാണെങ്കിൽ ഐ വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ബൈ ദ സൊസൈറ്റി. അല്ല, ദ ഫോർത്ത് ഏരിയ നോക്കുവാണെങ്കിൽ ഞാൻ വളരത്തേ ഇല്ല. ഇതിന് പകരം ദ ഫസ്റ്റ് പോർഷൻ, നോൺ ടു മീ നോൺ ടു അതേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഏരിയയെ ഒരുപാട് കൂട്ടുവാണെങ്കിൽ 75% ഓഫ് നമ്മൾ 100നെ കൊണ്ട് എത്തിക്കുവാണെങ്കിൽ വി ആർ സെറ്റ് ടു ബി വെരി അക്സെപ്റ്റബിൾ പേഴ്സൺ. വെരി അക്സെപ്റ്റബിൾ പേഴ്സൺ ആയിട്ട് വരുവാണെങ്കിൽ ഇതാണ് ഈ ഓപ്പൺ ഏരിയയെ കുറച്ചുകൂടെ കൂട്ടി കാണിച്ചിരിക്കുന്നത്. സോ അതിന് ഞാൻ വേറൊരു മീൻസ് ഓപ്പൺ ആർ ഫ്രീ ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയന് ഹിഡൻ ഏരിയ കുറയ്ക്കുക, ബ്ലൈൻഡ് സ്പോട്ട് കുറയ്ക്കുക, ഓപ്പൺ ഏരിയ കൂട്ടുക. അങ്ങനെ വന്നാൽ വാട്ട് വിൽ യു ഡു ഈസ് യു ആർ ഗോയിങ് ടു ബി മോർ അക്സെപ്റ്റബിൾ പേഴ്സൺ. അപ്പൊ മോർ അക്സെപ്റ്റബിൾ പേഴ്സൺ ആയിട്ട് മാറുവാണെങ്കിൽ വാട്ട് വിൽ ബി ദ ബെനിഫിറ്റ്? Self-awareness of the particular individual will be very clear. ഞാൻ പറയുന്ന വാക്കുകളോ പ്രവർത്തിക്കുന്നതോ ബാക്കിയുള്ളവർക്ക് ഇഷ്ടമാകും. ബാക്കിയുള്ളവർ പറയുന്ന വാക്കുകൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ അനുസരിച്ച് ഞാൻ നടക്കും. എന്നെ അനുസരിച്ച് ബാക്കിയുള്ളവർ എൻ്റെ കൂടെ നടക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ സ്ട്രോങ് റിലേഷൻഷിപ്പ് വരും. ഐ ആം കമ്മിങ് ബാക്ക് ടു മൈൻഡ്ഫുൾനെസ്. So strong relationship will be there. If for the strong relationship, actually self-awareness is the most. ഈ സ്ട്രോങ് റിലേഷൻഷിപ്പ് വരുന്നത് എങ്ങനെ? എൻ്റെ കോഗ്നിഷൻ കുറച്ചുകൂടെ ഇംപ്രൂവ് ആകും. ബിക്കോസ് എയ്തർ ഓഫ് മൈ തിങ്കിങ് ഓർ ബിക്കോസ് ഓഫ് അതേഴ്സ് സപ്പോർട്ട്. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടോ കോഗ്നിഷൻ ഇംപ്രൂവ് ആകും. കോഗ്നിഷൻ ഇംപ്രൂവ് ആകുന്നതിന് ഒപ്പം റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് വിൽ ഇൻക്രീസ്. ഇഫ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് ഇൻക്രീസ് ആകുവാണെങ്കിൽ ഐ വിൽ ബി കൺസിഡേർഡ് ആസ് ദ ബെസ്റ്റ് പേഴ്സൺ ആർ ബെറ്റർ പേഴ്സൺ ഇൻ ദ സൊസൈറ്റി. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഹോളിസ്റ്റിക് ലൈഫ് വിൽ be in place, or it will be more adaptable to everybody. അപ്പോൾ മൈൻഡ്ഫുൾനെസ് ഞാൻ പ്രവർത്തിക്കുന്ന എന്നെ മാത്രം ഞാൻ കൺവെർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ എമോഷനെ ഞാൻ റെഗുലേറ്റ് ചെയ്യുമ്പോൾ, ഞാൻ ചെയ്യുന്ന ഒരു പ്രക്രിയ എന്നെ നന്നാക്കുന്നതിനോ അഡീഷണൽ ആയിട്ട് ഞാൻ സൊസൈറ്റിയിൽ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സണെയും ഞാൻ നന്നാക്കാൻ ശ്രമിക്കുകയാണ്. ഇൻഡയറക്ട്ലി, നോട്ട് ഡയറക്ട്ലി. ഹൗ ഇൻഡയറക്ട്ലി? ഞാൻ വേറൊരാൾ എന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ ചിരിച്ചു കാണിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, രണ്ടാമത്തെ ദിവസം അവൻ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ ചിരിച്ചു കാണിച്ചിട്ട് വലിയ മൈൻഡ് ചെയ്യാതെ അതിനുശേഷം അവനടുത്ത് കൂളായിട്ട് ഹായ് ഹൗ ആർ യു എന്നൊക്കെ ഞാൻ വാക്കുകൾ ചോദിച്ചാൽ അവൻ എന്ത് വിചാരിക്കും? ഓ, ഇവനെ ഞാൻ ചീത്ത വിളിച്ചാലൊന്നും വലിയ കാര്യമില്ല. അതിന് പകരം ഹീസ് നോട്ട് ടേക്കിംഗ് ഇൻ ടു മൈൻഡ്, ഹീസ് എ ഫണ്ടാസ്റ്റിക് പേഴ്സൺ, വൈ കാണ്ട് ഐ അസോസിയേറ്റ് വിത്ത് ഹിം എന്ന് രണ്ടാമത്തെ ആൾക്ക് തോന്നാൻ തുടങ്ങും. രണ്ടാമത്തെ ആൾ തന്നെ ഞാൻ എടാന്ന് പറയുമ്പോൾ എന്തടാന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് രണ്ട് സ്ഥലത്തും ഈ മൽപ്പിടുത്തം
എന്ന് പറഞ്ഞ ഒരു സാധനം വരുന്നത്. ഓരോരുത്തരും സ്റ്റിഫും ടഫും ആയിക്കൊണ്ട് പോകുന്നു. അതിന് പകരം ഞാൻ ഫ്ലെക്സിബിൾ ആയിട്ട് ഈ വടംവലിയിൽ ചില സമയങ്ങളിൽ കാണുവാണെങ്കിൽ രണ്ടാമത്തെ പാർട്ടി വെറുതെ വിട്ടുകളയും, അല്ലെങ്കിൽ കയറ് പൊട്ടുവാണെങ്കിൽ അവർ പോയി വീഴും, ഇവർ അങ്ങോട്ട് പോയി വീഴും. രണ്ടുപേർ കയറ് പൊട്ടുവാണെങ്കിൽ രണ്ടുപേർ രണ്ട് സൈഡിൽ വീഴും. കുറച്ച് ലൂസ് ചെയ്താൽ ഇവർ ഫ്രണ്ടിൽ വീഴും, അവർ ബാക്കിലോട്ട് വീഴും. രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ ഒരേ സൈഡിൽ വീഴും. വീഴുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു പാർട്ടി ജയിച്ചു. ഓക്കെ, റൈറ്റ്. വെദർ യു വിൻ ആർ ഐ വിൻ, വി ആർ ഗോയിങ് ടു ഹാവ് 50-50. അതുകൊണ്ടാണ് വാഴക്കൊല കൊടുക്കുന്നത്, ബാക്കിയുള്ള ഇൻഡിവിജ്വൽ ഗിഫ്റ്റ് അല്ല കൊടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഹൗ ദ സിസ്റ്റം ഓഫ് സോഷ്യലൈസേഷൻ വാസ് റണ്ണിങ് എന്നൊക്കെ ഞാൻ ചില സമയങ്ങളിൽ, ബിക്കോസ് ഞാൻ അത്രയ്ക്കും വ്യത്യാസം സൈക്കോളജിസ്റ്റ് ചിന്തിക്കും. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് വന്നതാണ്. ദാറ്റ് മീൻസ് ഞാൻ സിമ്പിളായിട്ട് പറയാൻ ഉദ്ദേശിച്ച ഒറ്റ ലൈനാണ് ഇന്ന്. The more you try on self-awareness area, the more you try to bring the first quadrant to bigger one. First quadrant is known to me and known to others. എനിക്ക് എന്നെ കുറിച്ച് കൂടുതൽ അറിയാം, നാട്ടുകാർക്കും എന്നെ കുറിച്ച് കൂടുതൽ അറിയാം. ആ ഏരിയ നമ്മൾ ഒരു 65, 75, 85 എന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് കുറയും, നമ്മുടെ ഹിഡൻ ഏരിയയും കുറയും. അതാണ് ദ മേജർ ഏരിയ വിച്ച് ഇസ് ഗോയിങ് ടു ഗെറ്റ് സബ്സിഡൈസ്ഡ്. ദെൻ ദ ഫോർത്ത് വൺ ടോട്ടലി ഗ്രേ ഏരിയ ആയിട്ടിരിക്കുന്ന, അതും കൂടെ ക്ലിയർ ആകും. ഇതെല്ലാം ആയിട്ട് നോൺ ടു മീ, നോൺ ടു അതേഴ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, ഞാൻ കുതർക്കമായിട്ട് പറയാൻ ഉദ്ദേശിച്ചതോ ഞാൻ നേരെ പറഞ്ഞതാണോ എന്ന് ബാക്കി എല്ലാവരും കൂടെ അവൻ ചിലപ്പം ഇറ്റ് മൈറ്റ് ബി സ്ലിപ്പ് ഓഫ് ടങ്, അവൻ അങ്ങനെ ഉദ്ദേശിക്കത്തേ ഇല്ല എന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കുമ്പോൾ ദേ വിൽ നോട്ട് ട്രൈ ടു ഹാം മീ, അല്ലെങ്കിൽ അവർ എന്നെ ഐസൊലേറ്റ് ചെയ്യത്തില്ല. സാറല്ലേ, നീ ഇങ്ങനെ പറയരുത് കേട്ടോ, നീ നേരെ പറയണം, നിനക്ക് മലയാളം അറിയാത്തത് കൊണ്ടാണ് നീ ഈ വാക്ക് ഉപയോഗിച്ചത് എന്ന് എന്നെ കറക്റ്റ് ചെയ്ത് തരും. കറക്റ്റ് ചെയ്ത് തരുമ്പോൾ ഞാനും പിക്കപ്പ് ചെയ്യും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പം ഐ ബിക്കം മോർ സെൽഫ് അവെയർ ദാറ്റ് ഈ പർട്ടിക്കുലർ വാക്ക് ഉപയോഗിച്ചോളാം, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറയാൻ പാടില്ല. ഇങ്ങനൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന സമയമാണ് ഐ ബിക്കം മോർ സെൽഫ് അവെയർ. ഇതിന് വേണമെങ്കിൽ ചെറിയ ഒരു ഇൻസിഡന്റ് പറഞ്ഞുതരാം. ഞാൻ 1982 ജോയിൻ ചെയ്ത് 83 ലാസ്റ്റ് ആർ 84 ബിഗിനിങ് ഒരു പുതിയൊരു സ്ഥലത്ത് ട്രാൻസ്ഫർ ആയി. അവിടെ പോയി ജോബ് ടേക്ക് ഓവർ ചെയ്ത് ഐ വാസ് എ യങ്ങസ്റ്റ് ഗൈ. ഓക്കെ, അപ്പോൾ യങ്ങസ്റ്റ് ഗൈയിൽ എൻ്റെ ഏറ്റവും പ്രായമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻചാർജ് ഒരു മിസ്റ്റർ ആനന്ദ് ഫ്രം പഞ്ചാബ്. അപ്പം അദ്ദേഹം, എനിക്ക് വലിയ ഹിന്ദി അന്ന് പരിചയമില്ല, സ്പോക്കൺ ലാംഗ്വേജ് അതിൽ പരിചയമില്ലാതെ ഞാൻ വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നത് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ഗിവിങ് എക്സ്ട്രോർഡിനറി റെസ്പെക്ട് ഈക്വലൻ ടു സർ. സാറിന് ഈക്വലൻ്റ് ആണ് ജി എന്ന്. അപ്പം ഞാൻ കുറേയൊക്കെ കഴിഞ്ഞപ്പം അദ്ദേഹം പറയുന്ന ഇൻസ്ട്രക്ഷൻസിനെല്ലാം ഇളങ്കോ ആപ് ഐസെ കർണ ഹെ, ഐസെ കർണ, ഈ കർണ നയ്യെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ജി എന്നൊക്കെ പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ ശരിക്കും ദേഷ്യം വന്ന്, നീ എന്താണ്, നീ എന്നെക്കാട്ടിലും വലിയവെന്ന് വിചാരിച്ചു വന്നു. ഈ ആ ബോൾന ജി സാബ്, ജി എന്ന് പറഞ്ഞാൽ എസ് എന്നാണ് അർത്ഥം. ആ സമയത്ത് ഒരാൾ ഒരു ഇൻസ്ട്രക്ഷൻ തരുമ്പോൾ ജി എന്ന് പറഞ്ഞാൽ ജി എന്ന് പറഞ്ഞാൽ യെസ്, ഓക്കെ എന്ന് പറഞ്ഞു. നീ എന്താ എന്നോടത് വലിയ ഓക്കെ പറഞ്ഞോണ്ട് വന്ന്, ഹിയർ ആഫ്റ്റർ യു വിൽ യൂസ് ജി സാബ്, ഓക്കെ സാർ എന്ന് പറയണമെന്ന്. അറിയാം, എന്നെ ഒരുപാട് ഒരു 3 പൊസിഷൻ ഹയറിലുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ധൈര്യമായിട്ട് പറഞ്ഞു. അന്നാണ് ഞാൻ ഒരു പുതിയ പാഠം പഠിച്ചത്. ഹിന്ദിയിൽ ജി എന്ന് പറയുന്നത്, ഇപ്പം ആനന്ദ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ആണ്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം, യു ഗോ ദയർ എന്ന് പറയുമ്പോൾ ജി എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, റെസ്പെക്റ്റ് ഇല്ല. അപ്പൊ റെസ്പെക്ട് പറയണം ജി സാബ് എന്ന് പറയണമെന്ന്. അപ്പം അന്നാണ് ഐ ബിക്കം സെൽഫ് അവെയർ ദാറ്റ് ദിസ് പർട്ടിക്കുലർ വേർഡ് ഹാസ് ടു ബി യൂസ്ഡ് ബൈ മീ. അപ്പൊ അതിനുശേഷം ഐ ബിക്കം അക്സെപ്റ്റബിൾ പേഴ്സൺ വെൻ ഐ സ്റ്റാർട്ടഡ് യൂട്ടിലൈസിങ് മൈ വേർഡ് ആസ് ജി സാർ. അപ്പം ഇതാണ് സെൽഫ് അവെയർനെസ്സിന് ഒരു ഭാഗം. അപ്പൊ സെൽഫ് അവെയർനെസ് കൂടുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? മൈ റിലേഷൻഷിപ്പ് വിൽ ബിക്കം സ്ട്രോങ്ങർ.
അപ്പൊ അതിനുശേഷം ആ സാർ എപ്പോഴും എന്നെ ഭയങ്കര സ്നേഹമോടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്ത്, സാർ ഐ വാസ് അണ്ടർ ഇംപ്രഷൻ ദാറ്റ് വെൻ ഐ സി JI that is equivalent to respecting sir ഓ സബ് ആപ് ഗോലി മാറോ ആപ് ഹിന്ദി ഐസേ ഹോത്താ എന്ന്. ശരി എന്ന് മനസ്സിലാക്കിയിരുന്നു. പിന്നെ ഞാൻ കറക്റ്റായിട്ട് ഉപയോഗിച്ചു. ഇത് ഒരു ഐ ഹോപ്പ് ദാറ്റ് എവറിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ് റൈറ്റ്ലി, മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പൊ സെൽഫ് അവയർനെസ് മാത്രമേ നമ്മുടെ കോഗ്നിറ്റീവ് ഇംപ്രൂവ്മെന്റ് കിട്ടാൻ ഒരു ബെസ്റ്റ് മാർഗം. അതിനെ കൂടെ മാത്രമേ നമ്മുടെ സ്ട്രോങ് റിലേഷൻഷിപ്പ് വരത്തുള്ളൂ. ഈ സ്ട്രോങ് റിലേഷൻഷിപ്പ് വരണമെങ്കിൽ യുവർ മൈൻഡ്ഫുൾനെസ് വിൽ ബ്രിങ് സ്ട്രോങ് റിലേഷൻഷിപ്പ് ഇൻ കേസ് ഇഫ് യു ആർ self-aware rightly. As per Johari window, your first quadrant has to move further and further and further, by which every day you will try to improvise yourself. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് എസ്റ്റീം കൂടും. അപ്പൊ സെൽഫ് എസ്റ്റീം കൂടാൻ വേണ്ടി ഈ മൈൻഡ്ഫുൾനെസിന്റെ ഒരു ഇമ്പാക്ട് ആർ ബെനിഫിറ്റ്സ് ഓഫ് മൈൻഡ്ഫുൾനെസ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യുവർ ഹയർ സെൽഫ് എസ്റ്റീം, സെൽഫ് കമ്പാഷൻ, increasing social connectivity, enhancing self-awareness. അപ്പോൾ എൻഹാൻസിങ് സെൽഫ് അവയർനെസ് ഒക്കെ വരണമെങ്കിൽ സെൽഫ് അവയർനെസ് എന്താന്ന് മനസ്സിലായിരുന്നാൽ മാത്രമേ നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒക്കെ യഥാർത്ഥത്തിൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് റൈറ്റ്ലി മനസ്സിലാകത്തുള്ളൂ. ബെനിഫിറ്റ്സ് ഓഫ് മൈൻഡ്ഫുൾനെസ് ആർ ദീസ്: സെൽഫ് എസ്റ്റീം, social connectivity, better relationship, better memory എന്നൊക്കെ ഇങ്ങനെ കുറേ ഏരിയകൾ പറഞ്ഞു പോവുകയാണ്. അപ്പം ഇതിലെല്ലാം ഈ ഓരോന്നിനും കൂടുതൽ നിങ്ങൾക്ക് ഈ മൈൻഡ്ഫുൾനെസ്സിന് ജോൺ കബട്സിൻ അല്ലാതെ ഒരു ജിന്ദാൽ സഗൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജോൺ ടീസ്റ്റ്ലെ, ഇവർ രണ്ടുപേരുടെയും ബുക്കുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നല്ല ഇവർ രണ്ടുപേരും പ്രോബ്ലി ഒരു 5 to 6 ബുക്സ് എഴുതിയിട്ടുണ്ട്. ഞാൻ ബുക്കിന്റെ പേരൊക്കെ ഇപ്പം വിട്ടുപോയി, ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പം അതല്ലെങ്കിൽ അതിനെക്കാട്ടിലും സിമ്പിളറായിട്ടുണ്ടെങ്കിൽ മാർക്ക് വില്യം എന്ന് ഉള്ളു. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഒരുപാട് പേര് ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇവരെല്ലാം ഇംഗ്ലീഷുകാരന്മാരാണ്. ബട്ട് ഐ പ്രിഫർ ഇന്ത്യൻ സിസ്റ്റം, ദാറ്റ് മീൻസ് ബുദ്ധിസ്റ്റ് സിസ്റ്റമാണ്. ബുദ്ധിസ്റ്റ് സിസ്റ്റത്തിൽ കൂടെയാണ് ഈ തിക് നാറ്റ് ഹാൻ ആണ് യഥാർത്ഥ ഒറിജിനേറ്റർ ഓഫ് ദീസ് ആൾ. അപ്പം അവരാണ് ഈ കാംനെസ്സും പീസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത മനുഷ്യന്മാർ. അല്ലെങ്കിൽ സൊസൈറ്റിയിൽ വെൻ ആൻ ഇൻഡിവിജ്വൽ ബിക്കംസ് കാം ആൻഡ് പീസ്ഫുൾ, ദ സൊസൈറ്റി ബിക്കംസ് ഓട്ടോമാറ്റിക്കലി കാം ആൻഡ് പീസ്ഫുൾ. അപ്പം അവിടെ റൈവൽറി കുറയും. റൈവൽറി കുറയുന്നത് മാത്രമല്ല, അവർ ഒന്നിനൊന്ന് ഇടിക്കുന്നതും പിടിക്കുന്നതും കുറയും. അപ്പം ഇടിമുറികളെല്ലാം കുറയും. ഇതെല്ലാം സ്മൂത്തറായിരിക്കും. എല്ലാവരും സന്തോഷപൂർവ്വം ഇരിക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ എനിക്ക് വേണ്ടി മീൻസ് 1 for all, all for one എന്ന ഒരു തിയറിയും കൂടെ ഉണ്ട്. 1 for all, all for one. 1 for all, all for one എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് വേണ്ടിയാണ് സൊസൈറ്റി ജീവിക്കുന്നത് പറഞ്ഞാൽ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കൈകോർത്ത് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എപ്പോഴെന്ന് പറഞ്ഞാൽ when you become more what you call that self-aware person, അല്ലെങ്കിൽ when you live mindfully. The mindful എന്ത് പറയുന്നത് തരുന്നു എന്ന് പറഞ്ഞാൽ, ബട്ട് ഞാൻ ഒരു കാര്യം പറയാം, ഈ മൈൻഡ്ഫുൾ പഠിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ എല്ലാവരും വിചാരിക്കുമായിരിക്കും ഈ മൈൻഡ്ഫുൾനെസ് ആക്ച്വലി ഒരു മനുഷ്യനെ ബ്ലണ്ട് ആക്കുന്നുണ്ടോ എന്ന്. അല്ല, ദറ്റ് ഈസ് എ റോങ് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. മൈൻഡ്ഫുൾ എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു ദേഷ്യം വന്നാൽ അവന് നോർമലി കുറച്ച് കുറവായിരിക്കും. ബട്ട് വൺ തിങ്, മൈൻഡ്ഫുൾനെസ് ഈ FMRI, ഫങ്ഷണൽ MRI ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾ പേഴ്സൺസ് വിൽ ഗെറ്റ് ഹെവിലി അഫക്റ്റഡ്. പറഞ്ഞാൽ ഇത് അത്ഭുതമായിട്ട് തോന്നും, അതാണ് സത്യം. വേറെ ഇപ്പം സാബു സാറിനോ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് സാബു സാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഐ വിൽ നോട്ട് സേ ദാറ്റ്. somebody who is not practicing mindfulness or meditation, അവർ അഫക്റ്റ് ആകുന്നതിനെക്കാട്ടിലും കൂടുതൽ മൈൻഡ്ഫുൾനെസ് പേഴ്സൺസ്, മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ അഫക്റ്റ് ആകും. ബട്ട് ദ മേജർ ആൻഡ് ദ ഓൺലി ബെനിഫിറ്റ് ഈസ്, ഒരാൾക്ക് ആ ദേഷ്യം വന്നാൽ ഒരു 3 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ് അല്ലെങ്കിൽ 2 മണിക്കൂർ, 3 മണിക്കൂർ നിൽക്കുവാണെങ്കിൽ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക്
ഒരു 1.5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് കൊണ്ട് സബ്സൈഡ് ആവും. അതിനെ പറയുന്ന വാക്കാണ് റെസിലിയൻറ്റ്. മൈൻഡ്ഫുൾനെസ് പേഴ്സൺ വിൽ ബിക്കം ബെറ്റർ റെസിലിയൻറ്റ്. അവർക്ക് റെസിലിയൻസ് ഫാസ്റ്റർ ആയിരിക്കും. പറഞ്ഞാൽ ഒരു ബോൾ മതിലിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോൾ നമ്മുടെ അടുത്ത് തിരിച്ചു വരുന്നതാണ് നമ്മൾ റെസിലിയൻ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ റെസിലിയൻ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക് ടു ദ നോർമൽസി വരുന്നത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് മാറാൻ പറ്റും. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടാൽ തന്നെ പടയെന്ന് കാമാകും. അടുത്ത ഒരു മിനിറ്റിൽ നോർമലായി വേറൊരാളുടെ അടുത്ത് ഇടപെടുന്നത് അതേ മനുഷ്യൻ്റെ അടുത്ത് നോർമലായിട്ട് ഇടപെടാൻ പറ്റും. പക്ഷെ അല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക്, മീൻസ് ഈ മൈൻഡ്ഫുൾനെസ് ആർ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വേറൊരുത്തരുടെ മുകളിൽ ദേഷ്യപ്പെട്ടാൽ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം അവനടുത്ത് ദേഷ്യമായിട്ട് ബിഹേവ് ചെയ്യും. ഹി വിൽ ബി എ ഡിജക്റ്റഡ് പേഴ്സൺ ഫോർ സം ടൈം ആർ ലൈഫ് ലോങ്. ആ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ആകും. ബൈ ഡിഫോൾട്ട് അവോയ്ഡ് ആകും. അവനെ ഇന്നലെ അവൻ വേറെ ഏതോ ഒരു പ്രശ്നത്തിൽ ഇരുന്നുകൊണ്ട് എന്നെ ചീത്ത വിളിച്ച് അല്ലെങ്കിൽ എന്നെ അടിക്കാമെന്ന്, ബിക്കോസ് ഹിസ് എമോഷണൽ സ്റ്റേറ്റ് വാസ് ദാറ്റ് ടൈം അൺസ്റ്റേബിൾ. നൗ ദിസ് പേഴ്സൺ മേ ബി സ്റ്റേബിൾ. Therefore, I am not supposed to take reference of last day's incident. നമ്മൾ സ്വയം ഡിക്ലെയർ ചെയ്യും. സ്വയം ഡിക്ലെയർ ചെയ്യുമ്പോൾ ഐ വിൽ ട്രൈ ടു ഫേസ് ആൻഡ് സീ മൈ ഓപ്പോസിറ്റ് പേഴ്സൺ or second person as a new person with new emotion, with new conditions or new mental status. സൈക്കോളജിക്കൽ വേർഡാണ് ന്യൂ മെന്റൽ സ്റ്റാറ്റസ് എന്ന് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ന്യൂ ലെവൽ, അല്ലെങ്കിൽ ഒരു കോമണർ. അവൻ കുറച്ച് എൻഹാൻസ് ആയി എമോഷണൽ സ്റ്റേറ്റിൽ ഇന്നലെ ബിക്കോസ് സം അതർ ഡിസ്റ്റർബൻസസ് എന്ന് മാത്രം എടുത്താൽ മതി. അതിന് സിമ്പിളറായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വാക്ക് അതാണ്. നമ്മുടെ മുതലാളി അല്ലെങ്കിൽ ബോസ് ഞാനൊരു ഫയൽ കൊണ്ടുപോകുമ്പോൾ ആ ഫയൽ എടുത്ത് ഇതെന്താ ഇങ്ങനെയൊക്കെ എഴുതുന്നത്, ഇത് ഒരു മര്യാദയില്ല എന്ന് പറഞ്ഞിട്ട് എടുത്ത് സൈഡിലോട്ട് വീശുവാണെങ്കിൽ രണ്ടാമത്തെ ദിവസം പോകുമ്പോൾ അദ്ദേഹം എൻ്റെ റൈറ്റിങ്ങിനോ എൻ്റെ ഫയലിനെ ക്ലിയർ ചെയ്തത് ശരിയല്ല എന്ന് വിചാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചാൽ അത് തെറ്റാണ്. ബിക്കോസ് യെസ്റ്റർഡേ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ്ലി കഴിച്ചില്ല, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ചൂടില്ലായിരുന്നുകൊണ്ട് മിസ്സസിൻ്റെ അടുത്ത് വൈഫിടത്ത് അടിവച്ചിട്ട് വന്ന് ഇരുന്ന് അരമണിക്കൂറിൽ ഞാൻ ഫയലുമായിട്ട് പോയപ്പോൾ ആ മെൻ്റൽ സ്റ്റാറ്റസ് അതേപോലെ കണ്ടിന്യൂ ചെയ്തതായിരിക്കും. ഞാൻ വെറും ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഡോണ്ട് കൺസിഡർ ദീസ് എസ് റെഫറൻസ്. അപ്പം രണ്ടാമത്തെ ദിവസം അദ്ദേഹം മിസ്സസിന്റെ ബ്രേക്ക്ഫാസ്റ്റിന് രുചിച്ച് എൻജോയ് ചെയ്ത് ഇദ്ദേഹം കാർ പാർക്ക് ചെയ്യുന്നതിന് കാർ സ്ലോട്ട് കറക്റ്റായിരുന്നു, എല്ലാവരും ശല്യമില്ലാതെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാൻ സമ്മതിച്ചു. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഓഫീസിൽ വന്നപ്പോൾ 2-3 പേർ ഗുഡ് മോർണിംഗ് സാർ പറഞ്ഞു. ഇതെല്ലാം ഒരു ഹാപ്പി എക്സ്റ്റസി ലെവലിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഫയൽ കൊണ്ടുപോകുന്നതാണ് എന്ന് വിചാരിച്ചോളുക. സോ ഹി വിൽ സേ, ഇളങ്കോ സിറ്റ് ഡൗൺ ഫസ്റ്റ്. ഇന്നലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ നൈറ്റ് ഹാവ് യു ഗോൺ ടു സിനിമ ആർ ഹാവ് യു സീൻ ദിസ് സീരിയൽ ആൻഡ് ഓൾ എന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ബാക്കി ഫയൽ നോക്കുമായിരിക്കും. അപ്പോൾ വി ആർ നോട്ട് സപ്പോസ് ടു തിങ്ക് അബൌട്ട് സംബഡീസ് ഇൽ ബിഹേവിയർ ആർ ഡിഫറെൻറ്റ് ബിഹേവിയർ ഓഫ് പ്രീവിയസ് ഡേ ആർ പ്രീവിയസ് മൊമെൻറ്റ്. മൈൻഡ്ഫുൾനെസ് പഠിപ്പിച്ചു തരുന്ന വളരെ സിമ്പിളറാണ്. ലിവ് ഇൻ ദ പ്രസൻറ്റ് without having prejudgment of the past or something, and live with awareness that you are living in the present. Simplest ആണ്. I hope that ഒരു 5 മിനിറ്റ് ഇടയ്ക്ക് ആണെങ്കിൽ നമുക്ക് QA സെഷൻ വയ്ക്കാം. ഞാൻ കുറേ, അല്ലെങ്കിൽ ഞാൻ ഒരു ബ്ലാക്ക് ബോർഡിനെ നോക്കി സംസാരിച്ചുകൊണ്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. 3-4 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നത് കൊണ്ട് കുറച്ച് പേര് സന്തോഷമുണ്ട്. അതർവൈസ് എൻ്റെ തിയറി കുറച്ച് ടഫറായിട്ടുള്ള ഒരു തിയറിയാണ്. ഇനീഷ്യലി എനിക്ക് പോലും ഇതെല്ലാം കേൾക്കാൻ ഒരു 2-3 വർഷങ്ങളൊക്കെ എന്തൊക്കെയോ പോലെയാണ് തോന്നിയത് ഇനീഷ്യലിയൊക്കെ. ഇതൊക്കെ പറയാൻ പറ്റും, ഇതൊക്കെ നടത്തുമോ, ഇത് പ്രായോഗികത്തിൽ നടത്താൻ പറ്റുമോ എന്നൊക്കെ പല സമയങ്ങളിലും ഞങ്ങൾ ഇനീഷ്യൽ ഇയേഴ്സിൽ ചോദ്യം ചോദിച്ചു. ബട്ട് സെയിം പേഴ്സൺസ് ആഫ്റ്റർ സം ടൈം വി കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് മച്ച് ഈസിയർ വൺ. ഞാൻ അതുകൊണ്ടാണ് മൈൻഡ്ഫുൾനെസ് ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ ദിവസവും പറയുന്ന വാക്കാണ്, മൈൻഡ്ഫുൾനെസ് ദ ഈസിയസ്റ്റ് വേ ഓഫ് അഡോപ്റ്റിംഗ്. However, it is the toughest one to carry on.
ഞാൻ എൻ്റെ സെൽഫ് അവയർനെസ്സിലോ സ്ട്രോങ് റിലേഷൻഷിപ്പിലോ മൈൻഡ്ഫുൾനെസ്സിലോ നമുക്ക് ഒന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് ഫർദർ we can move on for a practice session on something, or we can have more QA. റങ്കോ സാറേ, ഞാനൊരു Yes, sir. നിമിഷം ചോദിക്കട്ടെ? Yes, sir. സാറ് Sir. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതെ സാർ. അപ്പോ ഓക്കെ, പല ആളുകളായിട്ട് ഇടപഴകിയിട്ടുണ്ടാവും. അപ്പോ Yes. ഈ പഞ്ചാബിലുള്ള ആളുകൾ, ഹരിയാന, ഡൽഹി, തമിഴ് പ്രദേശം, കേരളം, ലക്നോ, അങ്ങനെ പല ഭാഗത്തുള്ള ആളുകൾ ബിഹേവിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നൂലേ അവരെ? ഡിഫറെന്റ് ആയിട്ട് തോന്നും. ഇല്ലേ? അതെ. അത് തീർച്ചയായിട്ടും എനിക്ക് എന്താ എക്സ്പീരിയൻസ് ചെയ്തെന്ന് ചോദിച്ചാല്, സാറ് പറഞ്ഞില്ലേ ഐ യു ആൻഡ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ദ തേർഡ് പാർട്ടി, അവരാ ഇൻഫ്ലുവൻസ്, അവരെ ബിഹേവിയർ. ഇപ്പൊ ഞാൻ നന്നായി കഴിഞ്ഞാല് മറ്റേ ആളും നന്നാവും, അടുത്തുള്ള ആളുകളും ചുറ്റുപാടുകളും നന്നാവും. അങ്ങനെയുള്ളൊരു ബിഹേവിയറൽ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാൻ പറ്റും. ചില ആളുകൾ ഭയങ്കര റൂഡാ. ഈ ഹരിയാനന്റെ ചില ഭാഗത്തൊക്കെ ആളുകൾ ഭയങ്കര റൂഡാ. ഡൽഹിയിലെ ആളുകൾ തീരെ നമ്മളെ മൈൻഡ് ചെയ്യൂല. വഴിയൊക്കെ ചോദിച്ചു പറഞ്ഞാൽ ചിലപ്പോ അവർക്ക് ചില ആളുകൾക്ക് വഴി പഴപ്പിച്ച് പറയുകയാണെങ്കിൽ അതിലായിരിക്കും ആനന്ദം കണ്ടെത്തുന്ന ആളുകൾ. അങ്ങനെ പല ടൈപ്പ് ആളുകളുണ്ട്. അപ്പൊ അത് ഈ ഈ ഈ ഫിലോസഫി ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ എന്താ അഭിപ്രായം എന്ന് പറയും? സാറ് വളരെ കറക്റ്റാണ്. ഇത് സാറ് ഹരിയാന, ലക്നോ ഇവിടെ ഒന്നും പോകണ്ട. സാർ ഈ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ഏരിയ ടു അടുത്ത ഏരിയ നോക്കാം. ഞങ്ങളുടെ ഈ ഇതിനെല്ലാം ഓരോരോ ഏരിയ. ഇപ്പൊ ഇവിടെ തന്നെ ഞങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ വിഴിഞ്ഞത്തിന്റെ മുമ്പ് വെള്ളാറെന്ന് ഒരു ഏരിയ ഉണ്ട്. അവിടെയൊക്കെയാണ് ഒരു വർഷത്തിൽ 2-3 ഡെഡ് ബോഡീസ് ഒക്കെ പോലീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം ആ ഏരിയ ഈസ് ഡിക്ലെയർഡ് ടു ബി ഡിഫറെന്റ് ഏരിയ. വിഴിഞ്ഞം ഇസ് ഡിക്ലെയർഡ് ടു ബി ഡിഫറെന്റ് ഏരിയ. ആർ സിറ്റിയിൽ ജവഹർ നഗർ പോലത്തെ ഏരിയയിൽ എനിക്ക് തോന്നുന്നു കാറില്ലാത്ത ഒരു മനുഷ്യനുമില്ല. പിന്നെ മെയിൻ ഗേറ്റിൽ എല്ലാ വീട്ടിന് മുമ്പിലും ഓരോരോ സെക്യൂരിറ്റികളുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യൻ്റെ അടുത്ത് നേരെ സംസാരിക്കില്ല. അവരവരുടെ പണിയിലും. ആ ഏരിയ വേറൊരു സ്റ്റൈലാണ്. ഇപ്പം ഇങ്ങനെ പല ഏരിയയിലും വളരുന്ന ആൾക്കാർ അല്ലെങ്കിൽ പല എൻവയോൺമെന്റിൽ നിൽക്കുന്ന ഇറസ്പെക്റ്റീവ് ഓഫ് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി നമ്മുടെ ഓൺ ഏരിയയിൽ നോക്കുവാണെങ്കിലും ഉണ്ട്. അപ്പൊ എല്ലാ ഏരിയയിലും അതിനാണ് സാർ ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം അല്ലെങ്കിൽ പോലീസിങ് സിസ്റ്റത്തിൽ പോലും സാർ നോക്കുവാണെങ്കിൽ പോലീസ് ഈവൻ ദോ ദേ ഹാവ് IPC and CRPC in their hand, they always take the support of social leaders and religious leaders for making the society calmer. ഞാൻ കുറച്ച് ഒരു വലിയ രീതിയിലുള്ള ആൻസറാണ് പറഞ്ഞത്. സാർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാർ പറയൂ. സാർ ഇവിടെ പോയോ? സാർ കട്ടായി പോയോ? മനസ്സിലായി. ഞാൻ പറഞ്ഞ അതേ ആംഗിൾ തന്നെയാണ് സാറ് പറഞ്ഞത്. അപ്പൊ സാർ ഈ ഇത് പറഞ്ഞില്ലേ ക്ലാസിന്റെ ആകെ പൊരുത്ത്, അതായത് ഇതിന്റെ കൺക്ലൂഷൻ ശരിക്കും സാർ പറഞ്ഞു, ഞാൻ നന്നായാല് അടുത്ത ആള് നന്നാവും, അതിന്റെ മൂന്നാമത്തെ ആള് തേർഡ് പാർട്ടി നന്നാവും. പൂര എൻവയോൺമെന്റ്, ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റ്, ബിഹേവിയർ, പിന്നെ ആ കുട്ടികളും അതേ സ്വഭാവമുള്ള ആളുകളായേക്കാരം. അപ്പോ അത് സ്വഭാവവൽക്കരണത്തിന് ഇത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ സെൽഫ് അവയർനെസ്സിലൂടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. പറയൂ സർ. ഉലകനാഥൻ സർ ചോദിക്കൂ സർ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. ഞാൻ ക്ലാസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. സാർ ഒരു ചോദ്യം ചോദിച്ചു, സെൽഫ് അവയർനെസ് എത്ര പേരിൽ എത്ര ശതമാനം? ഉത്തരങ്ങളൊന്നും വന്നില്ല. അല്ല, ഉത്തരം ഞാൻ ആവശ്യമില്ല ഡിസ്ക്ലോസ് ചെയ്യാൻ പറഞ്ഞില്ല സർ. ചെയ്യുമ്പോൾ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആ 4 ക്വാഡ്രന്റ് കാണിക്കുമ്പോൾ കോൺട്രറി ആയി കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഒരു ചെറിയ ഈവൻ ഐ മേ ആൾസോ ഫീൽ സംവെയർ ഐ ഹാവ് ഡൺ റോങ് തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പബ്ലിക് എന്ന് തോന്നും. സാർ, ഞാൻ അങ്ങോട്ടല്ല വരുന്നത്. സാർ ചോദ്യം ചോദിച്ച ഉടനെ തന്നെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഉത്തരമുണ്ടായിരുന്നു. എന്റെ ഉള്ളിൽ ഒരു ഉത്തരം ഉണ്ടായിരുന്നു. അതെ. 50% ഉള്ളിൽ കണ്ടു എങ്കിലും സാർ ആ 4 ക്വാഡ്രന്റ് വെച്ച് കഴിഞ്ഞപ്പോ ദൈവമേ, എനിക്ക് ആ 50% ഇല്ല. ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൺലി. പിന്നെ സാർ അത് പറഞ്ഞു തന്നു, ദ ഫസ്റ്റ് ക്വാഡ്രന്റിനെ
ബാക്കി 3 കോൺട്രൻറ്റുകളിലേക്കും വിപുലീകരിക്കുമ്പം എൻ്റെ പെർസെൻറ്റേജ് 75 മാറും, അല്ലെങ്കിൽ 60 മാറും. ആ സെൽഫ് അവയർനെസ് എനിക്കുണ്ടാക്കിയെടുത്താൽ മാത്രമേ എൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ബാക്കി 3 ഭാഗം അവിടെ കിടക്കും. തേർഡ് ക്വാഡ്രൻറ്റിൽ പിന്നെ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ് അതായിരിക്കും മറ്റ് 2 കോൺട്രൻറ്റുകളെ വിഴുങ്ങിക്കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് വരിക. അപ്പോൾ സെൽഫ് അവയർനെസ്സിനെ കുറിച്ച് കറക്റ്റായിട്ടൊരു അവയർനെസ് ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞ പോലെ അതിൻ്റെ വലിപ്പം, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ വലിപ്പം വലുതായി ബാക്കിയുള്ളതിനെ ചെറുതാക്കി കൊണ്ടുവരാനായിട്ട് കഴിയും. നല്ലൊരു ചിന്തയാണ് തന്നത്. ഈ പിന്നെ ഇത്തരം ക്ലാസ്സുകൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ യു ഹാവ് എക്സ്പ്ലെയിൻഡ് ഇൻ എ സിമ്പിൾ മാനർ, വെരി വെരി സിമ്പിൾ മാനർ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നല്ല താങ്ക്സ് ലോട്ട് സർ, താങ്ക് യു സാർ. അല്ല, എൻ്റെ ഉദ്ദേശം ഇതാണ്, എങ്ങനെയാണ് നമ്മൾ സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് സൊസൈറ്റിയെ കാമാക്കുന്നത്, കാമാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഓഫ് ലിവിങ്, ഹൗ ഇറ്റ് ബിക്കംസ് ഹോളിസ്റ്റിക്. അതിനാണ് ഫൈനലി ഞാൻ വന്ന് എത്താൻ ഉദ്ദേശിച്ചത്. താങ്ക് യു സാർ. സാർ എന്നെക്കാട്ടിലും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഗുഡ് ഈവനിങ് സർ. യെസ് മാം. മീനാക്ഷി മാം. ഗുഡ് ഈവനിങ്. നിങ്ങൾ ജോഹാരി വിൻഡോ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ, ഹനാൻ സാർ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ജോഹാരി വിൻഡോ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ആ ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മൾ എത്രമാത്രം ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി എല്ലാവരും പറയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നൗ ദാറ്റ് യു സെഡ് ലൈക്ക് ദാറ്റ്, അത് ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ് ആക്ച്വലി. അപ്പോൾ ദാറ്റ് വാസ് വെരി നൈസ്. പ്രത്യേകിച്ചും മൈൻഡ്ഫുൾനെസ്സിന് അത് എത്രമാത്രം റെലവെന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ദാറ്റ് വാസ് വെരി ഗുഡ്. താങ്ക് യു. പിന്നെ ഒരു ഐ ഡോണ്ട് നോ ഇഫ് ഐ എം 100% കറക്റ്റ്, ബട്ട് ഐ വുഡ് ലൈക്ക് ടു സേ, നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ സ്വാതന്ത്ര്യം മറ്റേ ആളുടെ മൂക്കിന്റെ അറ്റത്താണ് അത് നിൽക്കാന്ന്. അല്ല, അത് നമ്മുടെ മൂക്കിന്റെ അറ്റത്താണ്. നമ്മളുടെ ഫ്രീഡം ends at the tip of our own nose, not on somebody's nose. നമ്മളുടെ മൂക്കിന്റെ അറ്റം വരെ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ. ബിയോണ്ട് ദാറ്റ് വി ഡോണ്ട് ഹാവ്, ബിക്കോസ് നമ്മൾ മറ്റുള്ളവരുടെ സ്പേസ്. I will correct myself. Very true, I ma'am. think so. ഞാൻ പറഞ്ഞില്ലേ, I think that is the way I have heard it. So I think maybe അതായിരിക്കില്ലേ ശരിയെന്ന്. കാരണം നമ്മുടെ മൂക്കിന്റെ അറ്റമാണല്ലോ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒന്ന്. അപ്പൊ അത് കാരണം ആ അറ്റത്ത് വെച്ച് നമ്മുടെ സ്വാതന്ത്ര്യം തീരും. ബിയോണ്ട് ദാറ്റ് ഇസ് സംബഡി എൽസസ് സ്പേസ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു എ പേഴ്സണൽ ക്വസ്റ്റ്യൻ. പോൺ ഇലങ്കോ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് അറിയാവോ? ഏത് മാം? പോൺ ഇലങ്കോ. ബോൺ ഇളങ്കോ, BORN ആണോ? അല്ല, PON. പൊന്നിളങ്കോ എവിടത്തെ മനുഷ്യനാണ്? അതെന്താന്ന് വെച്ചാല് ഞങ്ങൾ മാസ്കറ്റിൽ ഉണ്ടാവുമ്പോ അദ്ദേഹം ഒരു ക്ലാസ് എടുത്തിരുന്നു അവിടെ. അപ്പൊ ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തിയാ. അപ്പൊ നിങ്ങളുടെ പേര് കാണുമ്പോഴെല്ലാം ഞാൻ ക്ലാസ്സിൽ കയറണം എന്ന് നിങ്ങളോട് ചോദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, എനിക്ക് ഇമ്മീഡിയറ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ. ലോങ് ടൈം ബാക്ക്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞങ്ങൾ while we were, I think it's about more than 20 years back, 24 years back. അപ്പോ അതുകൊണ്ട് എന്താ പറയാ, അദ്ദേഹത്തിന്റെ പേര് പോൺ ഇലങ്കോ എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ അന്ന് നമ്മൾക്ക് ക്ലാസ്സിൽ പറഞ്ഞത് പോൺ ഇലങ്കോ എന്നാണ്. പൊന്ന് പറഞ്ഞിട്ടില്ല. കാരണം മസ്കറ്റിൽ അദ്ദേഹം ക്ലാസ് എടുക്കാൻ വന്നപ്പോ മസ്കറ്റിലുള്ള അവിടുത്തെ ആൾക്കാർക്ക് ഈ പൊന്ന് എന്താന്ന് മനസ്സിലാകാത്ത ഒരാള്, അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത്, ഈ നോർമലി എന്താന്ന് പറഞ്ഞാൽ തമിഴിൽ ഒരു പേരുണ്ട്, പൊന്നയ്യൻ, പൊന്നുസ്വാമി, അങ്ങനെ കുറേ പൊന്ന് കൊണ്ട് ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ മക്കൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അച്ഛന്റെ പേര് ഷോർട്ടൺ ചെയ്തിട്ട് പൊൻ രാധാകൃഷ്ണൻ, നമ്മുടെ
കഴിഞ്ഞ മന്ത്രിസഭയിലെ സെൻട്രൽ മിനിസ്റ്റർ ആയിരുന്നു പൊൻ രാധാകൃഷ്ണൻ. പൊന്നെന്നാണ് അത് പറയുന്നത്, PONNA. ആ അദ്ദേഹത്തിന്റെ എനിക്ക് അച്ഛൻ മനസ്സിലായി. എനിക്ക് പൊന്നയ്യൻ എനിക്ക് മനസ്സിലായി. എന്തോ അപ്പൊ ആണ്. അദ്ദേഹം ആരോഗ്യത്തെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. Fine. നമ്മളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ബാക്കിയുള്ളതിനെയും പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ Okay. ഞാൻ നിങ്ങളുടെ പേരും അതിന് തന്നെ കണ്ടപ്പോ ലാസ്റ്റ് നെയിം ഞാൻ വിചാരിച്ചു മേ ബി സം വേ യു മൈറ്റ് ബി റിലേറ്റഡ് ടു ദാറ്റ് പേഴ്സൺ എന്ന്. പിന്നെ എനിക്ക് അയാളെ പറ്റി ഒന്നും കൂടി ഓർമ്മിക്കാനും നിങ്ങളുടെ പേര് സഹായമായി. Thank So you, I ma'am. thought Thank I you. should let you know that. That's all. Thanks a lot, ma'am. Right, Right, ma'am. ശശികുമാർ സാർ എന്തെങ്കിലും പറയുന്നോ? സുധോധനൻ സാർ. സാറേ, Yes, sir. ബ്ലൈൻഡ് സ്പോട്ട് കുറയ്ക്കാൻ വേണ്ടി കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതായത് നോട്ട് നോൺ ടു സെൽഫ് ബട്ട് നോൺ ടു അതേഴ്സ്. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ നമുക്ക് നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാം. അല്ലെങ്കിൽ ഇല്ല സാർ, ചോദിക്കൊന്നുമില്ല. സാർ കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് ആകുന്ന കാലത്തോളം you will be aware of yourself that you are trying to associate with them in a transparent manner. അവർ ഇൻ റെപ്ലിക്ക അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, യെസ്, എന്താണ് രാജു സാർ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇതുകൊണ്ടാണ് ചെയ്തത്, ഇങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്, അത് തെറ്റാണോ റൈറ്റ് ആണോ, ഓക്കെ, അത് അക്സെപ്റ്റബിൾ, പക്ഷേ സാർ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് അവർ പറഞ്ഞു തരുന്ന കാലത്തോളം സാർ എന്താന്ന് പറഞ്ഞാൽ അതിന് നോട്ട് അക്സെപ്റ്റബിൾ ടു അതേഴ്സ് കുറഞ്ഞു വരും. അപ്പം വെൻ യു ബിക്കം മോർ ട്രാൻസ്പെറന്റ് ടു അതേഴ്സ്, അതാണ് നോൺ ടു മീ നോൺ ടു അതേഴ്സ് എന്ന് പറയുന്നത്. എനിക്കറിയാവുന്നത്, എന്നെക്കുറിച്ച് എനിക്കറിയാവുന്നതല്ല ബാക്കിയുള്ളവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ചിന്തിക്കുന്ന സ്റ്റൈലിൽ ഞാൻ എടുക്കാൻ പോകുന്ന ഡിസിഷനെ ബാക്കിയുള്ളവരുടെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ അത് കോൺട്രറി ആണെങ്കിൽ ഇങ്ങനെ ആയിക്കൂടെ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ വി വിൽ റീച്ച് ടു കോമൺ മിനിമം പ്രോഗ്രാം. നമ്മളൊരു കൺസെൻസസിൽ എത്തുന്നത് ബിക്കോസ് ഓഫ് എ കോമൺ മിനിമം പ്രോഗ്രാം. ഞാൻ ചിന്തിക്കുന്നത് പോലെ രാജു സാറിന് ചിന്തിക്കാൻ പറ്റില്ല, ഞാൻ ബിഹേവ് ചെയ്യുന്നത് പോലെ രാജു സാറിന് പറ്റത്തില്ല. പക്ഷെ ഇളങ്കോയും രാജു സാറും അസോസിയേറ്റ് ചെയ്ത് സിങ്ക് എന്ന് പറയും, SYN, സിങ്ക്രണൈസേഷൻ. അപ്പം നമ്മൾ സിങ്ക് ആയി കഴിഞ്ഞാൽ രാജു സാറിന് വേണ്ടി ഞാൻ കുറേ വിട്ടുതരും, എനിക്ക് വേണ്ടി സാറ് കുറേ വിട്ടുതരും. അപ്പം വി വിൽ ബിക്കം ഇൻ ദ CMB എന്ന് പറയും, കോമൺ മിനിമം പ്രോഗ്രാമിലോട്ട് നമ്മൾ മാറുമ്പോൾ വാട്ട് എവർ ഐ ഡു ഇറ്റ് യു അക്സെപ്റ്റ്, വാട്ട് എവർ യു ഡു ഇറ്റ് ഐ ട്രൈ ടു അക്സെപ്റ്റ് ഇറ്റ്. അപ്പം ഐ ബിക്കം ലിറ്റിൽ മോർ ട്രാൻസ്പെറൻറ്റ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് കുറച്ചുകൂടെ കൂടി വരും. താങ്ക് യു സർ. ഇംപ്രൂവ്മെന്റ് പറയാൻ വേണ്ടി നമ്മളിപ്പോൾ ക്ലാസ് എടുത്തിട്ട് ഈ പലപ്പോഴും ഇംപ്രൂവ്മെന്റ് പറയാറില്ല. യെസ് സർ. ഇംപ്രൂവ്മെന്റ് പറയണമെന്ന് കുറച്ചുകൂടി ഒന്ന് ഓപ്പൺ ആയിട്ട് പറയണ്ടല്ലേ. അങ്ങനെ അതുപോലെ നമ്മളെ കുറിച്ച് എന്തെങ്കിലും, അതായത് പലപ്പോഴും നമ്മളെ എപ്പോഴും ഉയർത്തിയല്ലേ കാണിക്കാറുണ്ട്. അതായത് നമ്മളെന്താ പറയാ, നമ്മളെ പലപ്പോഴും സർ നമ്മളെ കുറിച്ച് അങ്ങനെ ഒരു തിയറി ഉണ്ട് സർ, സെൽഫ് എസ്റ്റീം കൂടുന്നോറും വി വിൽ ബിക്കം ലിറ്റിൽ മോർ ഓൺ എ ഹയർ ലെവൽ എന്നും കൂടെ ഉണ്ട്. ഇത് എല്ലാം സർ ഈ സയൻസ് പഠിക്കുന്ന ആളിനെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഹിസ്റ്ററി വേറൊരു ആംഗിളിലോട്ട് തോന്നും, ഇംഗ്ലീഷ് പഠിക്കുന്ന വേറൊരു ആംഗിളിലോട്ട് തോന്നും. പക്ഷെ എല്ലാം ഒരേ മനുഷ്യനാണ് പഠിച്ച് എല്ലാത്തിനും കോമൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് വി ബിക്കം എ ഫുൾ പേഴ്സൺ. ദ ഹോൾ സിസ്റ്റത്തിനകത്ത് ഉള്ള ഒരു ഈ ജസ്റ്റാൾട്ട് തിയറി, സൈക്കോളജിയിൽ ഒരു തിയറി ഉണ്ട്. ബാക്കി എല്ലാവരും ഓരോരോ സ്മോൾ പോർഷൻസ് എടുത്താണ് ബിഹേവിയർ എങ്ങനെ ആൾട്ടർ ചെയ്യാം, കോഗ്നിഷൻ എങ്ങനെ ആൾട്ടർ ചെയ്യാം എന്ന് പറയും. പക്ഷെ ജസ്റ്റാൾട്ട് തിയറി ദ ഹോൾസം തിയറി എന്നാണ് പറയുന്നത്. അവർ ദ ഹോൾ വേൾഡിൽ നീ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്, നീ കുറച്ചുകൂടെ നന്നാക്കുമ്പോൾ സൊസൈറ്റി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിന്നെ ഈ സൊസൈറ്റിക്ക് വേണ്ടി നീ അഡ്ജസ്റ്റ് ചെയ്യും. മീൻസ് ഞാൻ ഇനിഷ്യലി പറഞ്ഞത് 1 for all for one എന്ന്. അപ്പോൾ all for one എങ്ങനെ നിർത്താൻ പറ്റുമെന്ന് പഠിപ്പിച്ചു തരുന്നതാണ് ജസ്റ്റാൾട്ട് തിയറി എന്ന് പറയും. അതൊരു സൈക്കോളജിയിൽ ഒരു ആ തിയറി പക്ഷെ കൂടുതൽ സക്സസ് ആയില്ല. സൈക്കോളജിസ്റ്റ് ആരും ജസ്റ്റാൾട്ട് തിയറി എടുക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ ടേക്ക് വെരി റയർലി, എപ്പോഴും അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കളിക്കാറില്ല. എൻ്റെ കൂടുതൽ കളിയുള്ളത് MUCBTയിലാണ്, മൈൻഡ്ഫുൾനെസ് യൂണിഫൈഡ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലാണ് ഞാൻ കൂടുതലും കളിക്കുന്നത്. ബട്ട് അറ്റ് ടൈംസ് ഒരു ആളിനെ അവർക്ക് സോഷ്യൽ അനിമലായിട്ട് മാറ്റണമെങ്കിൽ ജസ്റ്റാൾട്ട് തിയറി വിൽ സപ്പോർട്ട് എ പേഴ്സൺ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? അങ്ങനെ നമുക്കൊരു പ്രാക്ടീസ്. റോയ് സാർ പറഞ്ഞു അല്ലേ? സാർ ഒരു സെക്കൻഡ്, റോയ് സാർ പറഞ്ഞു. റോയ് സാർ പറയട്ടെ. പോലെ
ഞാൻ പലപ്പോഴും പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ എമോഷണൽ ആയിട്ട് ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ സൈലന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുമുണ്ട്, ട്രൈ ചെയ്തു. പക്ഷേ ജനറൽ പബ്ലിക്കിൽ മെജോറിറ്റി എന്ന് പറയുന്നത് അവൻ എന്ത് ചെയ്തില്ല, 4 പേര് പറഞ്ഞിട്ട് മിണ്ടാതെ അങ്ങ് പോകുമോ എന്ന് കാണുന്ന ഒരു വിഭാഗം ഉണ്ട്. അതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോ ഇതിന്റെ കോൺസിക്വൻസ് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കണം എന്ന് ധരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് മനസ്സിലായത് ഇപ്പോ എമോഷണലായിട്ട് നമ്മൾ പൊട്ടിത്തെറിക്കേണ്ട അവസരത്തിൽ വളരെ കാമായിട്ട് നമ്മൾ ഡീല് ചെയ്യുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണെന്നും അതിനെ വേണ്ട രീതിയിൽ പ്രതികരിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നവരുടെ എണ്ണം ആണ് കൂടുതലുള്ളതെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ അത് പിന്നെ എങ്ങനെ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് നേരെയാക്കി എടുക്കാൻ ഒക്കും എന്നാ എൻ്റെ ഒരു സംശയം. അതാണോ സർ ചോദ്യം? അതെ സാർ. അപ്പൊ നമ്മൾ മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്ത് അതിന്റെ ഗുണം നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അവരത് എൻജോയ് ചെയ്യുന്നില്ല. പിന്നെ അല്ല സർ, ചെയ്യുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രീ ജഡ്ജ്മെന്റ് ആയിക്കൂടെ? ഈ സൊസൈറ്റിയില് പണ്ട് കാലത്ത് ഈ സൊസൈറ്റി വളർന്ന സ്റ്റൈൽ സാർ നോക്കിയിരുന്നാൽ എന്തുകൊണ്ട് നമുക്ക് ഒരു ഫെറോഷ്യസ്നെസ്സിനെ സൊസൈറ്റി നമുക്ക് വളർത്തി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സർവൈവൽ ദ ഫിറ്റസ്റ്റ് എന്ന് ഒരു സിസ്റ്റമാണ് അന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. സർവൈവൽ ദ ഫിറ്റസ്റ്റില് നീ ഫിറ്റസ്റ്റ് ആയാൽ മാത്രമേ നിന്നെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അറിയാൽ ഈ കവലച്ചട്ടമ്പിയുടെ മുമ്പിൽ നീ നേരെ ജീവിക്കണമെങ്കിൽ അവനെ 2 അടി അടിക്കണം, അല്ലെങ്കിൽ 4 ചീത്ത വിളിക്കണം. നീ ഇങ്ങനെ പഠിപ്പിച്ച് കൊടുത്താണ് സൊസൈറ്റിയിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ ചീത്ത വിളിച്ചു മീൻസ് അവൻ വാക്കാൽ. ഇപ്പൊ ഇളങ്കോ ട്രിവാൻഡ്രത്ത് ഇരുന്ന് ഈ ലാപ്ടോപ്പിന്റെ മുമ്പിലിരുന്ന് ഞാൻ 4 വേണ്ടാത്ത ഒരു വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കേൾക്കുന്ന ഓരോരോ ആളും വിചാരിക്കുകയാണ് എന്നെ ഇപ്പോഴും അടിക്കണം. മീൻസ് ഞാൻ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നും കൊണ്ടല്ല, നിന്റെ ചെപ്പക്കുട്ടി മാത്രമല്ല പല്ലെല്ലാം പുറത്ത് കളഞ്ഞാനെന്ന് നമ്മൾ പറയുന്ന ഒരു രീതിയിൽ നമ്മുടെ സൊസൈറ്റി പണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ച് പറഞ്ഞ് നമ്മൾ ആ ലെവലിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ബിക്കോസ് അന്നത്തെ സിസ്റ്റം അങ്ങനെയായിരുന്നു. ഈ കാലാൾപ്പട എന്നാണ് പറയുന്നത്. മനുഷ്യന്മാർ ഈ കൂടുതലും ഈ വാളും പരിചയവും അല്ലെങ്കിൽ പിച്ചാത്തിയും ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കൊണ്ട് 1 to 1 ഫൈറ്റ് ചെയ്ത് ജീവിച്ച കാലമാണ് അന്ന്. അപ്പൊ ആ കാലത്തില് ആരാണ് കൂടുതലും കൂടെ മസിൽ പവർ ഉണ്ടോ അല്ലെങ്കിൽ ഹൂ ക്യാൻ ടോക്ക് സ്ട്രോങ് ലെവൽ, ഹീ സർവൈവ്സ് എന്ന് അവർ കണ്ടെത്തിയ ഒരു ആയിരിക്കാമെന്നേ പറയുന്നുള്ളൂ, ആണെന്ന് ഞാൻ പറയുന്നില്ല, ആയിരിക്കാം. അതുകൊണ്ട് ദ ഫോളോവേഴ്സ് ആർ സൊസൈറ്റിയിലെ എല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മോൻ കൂടുതലും ആൻസർ ചെയ്യാതിരുന്ന ഒന്നും പറയുന്ന അവൻ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, നേരെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വരും. സാറേ ഇവൻ പറയുന്നതെല്ലാം തല ആട്ടുന്നുണ്ട്, അവൻ അവന്റെ പണി തന്നെ ചെയ്യാണ്, അപ്പം സാർ ഇതിനൊന്ന് കറക്റ്റ് ചെയ്തിട്ട് പോകുന്നു. ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ എന്ത് വിചാരിക്കുന്ന പറഞ്ഞാൽ എനി പേഴ്സൺ ഷുഡ് ബി അഗ്രസീവ്, ഫെറോഷ്യസ് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. അതൊക്കെ ഒരു പ്രീ ജഡ്ജ്മെന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് സൊസൈറ്റിയിൽ ഈ വലിയ റിലീജിയസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലീഡേഴ്സ് എല്ലാം നോക്കുവാണെങ്കിൽ ദേ ട്രൈ ടു ടീച്ച് പീസ് ആൻഡ് കാംനെസ് ബൈ വിച്ച് വി ലിവ് ഹാപ്പിലി. അല്ലെങ്കിൽ ഞാൻ റോയ് സാറ് എന്നെ ചീത്ത വിളിച്ചതോ അല്ലെങ്കിൽ ഞാൻ റോയ് സാറ് ചീത്ത വിളിച്ചിട്ടോ ഞാൻ അതിനകത്ത് എനിക്ക് ഒരു റിപ്പൻഡൻസി ഇല്ലാതെ പിറ്റേ ദിവസം ഞാൻ സ്ട്രോങ്ങർ ആയിട്ട് നിൽക്കുന്നു. അതാണ് എനിക്ക് തോന്നിയ ഒന്ന്. ഞാൻ ഇന്ന് രാവിലെ മനോരമയാണെന്ന് തോന്നുന്നു, മനോരമയാണോ ടൈംസ് ഓഫ് ഇന്ത്യ ആണ്, മനോരമയിലാണെന്ന് തോന്നുന്നു, മനോരമയില് ഒരു കേരള യൂണിവേഴ്സിറ്റിയുടെ വേണ്ട ഇപ്പോൾ സാറിന്റെ റെക്കോർഡിംഗ് ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകൻ മരണപ്പെട്ടതിന് വേറെ 2 പേർ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം അടി കൊണ്ടിട്ടാണ് പോലീസ് എടുത്ത് ചീത്തവിളിയും കേട്ടിട്ട് അൺവാണ്ടഡ്ലി ബ്ലെയിം ചെയ്യപ്പെട്ടത് കൊണ്ട് മൈൻഡ് അപ്സെറ്റ് ആയി എന്നാണ് ഇന്ന് 2 പേർ
പുതിയതായിട്ട് പറഞ്ഞെടുക്കുകയാണ്. അപ്പം അധ്യാപകനെ പോലും ബാക്കിയുള്ളവർ കൈകാര്യം ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ നമ്മൾ പീസ് വന്നാൽ മാത്രമേ, ഡോണ്ട് റെസ്പെക്ട് ദം, അറ്റ്ലീസ്റ്റ് ഗിവ് ഫ്രീ ഹാൻഡ് ടു ദം എന്നൊരു ലെവലോട്ട് നമ്മൾ മാറി വന്നാൽ യു ആൻഡ് മീ ആർ ഗോയിങ് ടു ലിവ് ഇൻ എ ഹാപ്പി സ്റ്റേറ്റ്. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കും. ഈ സൊസൈറ്റിക്കകത്ത് ടർബുലൻസ് എപ്പോഴും നിൽക്കും. ടർബുലൻസ് നിൽക്കുന്ന കാലത്തോളം ഈവൻ ഞാൻ ആ റോട്ടിൽ കൂടെ പോകുമ്പോഴും ഐ വിൽ ഗെറ്റ് അഫക്റ്റഡ് ബൈ ദാറ്റ് ടർബുലൻസ് ആൻഡ് സംബഡി എൽസ് വിൽ ആൾസോ ഗെറ്റ് ടർബുലൻസ്. പിന്നെ ട്രാഫിക് പോലീസുകാരനെ ഇടയ്ക്ക് കൈ കാണിക്കുമ്പോൾ രണ്ട് ബൈക്കുകൾ തമ്മിൽ ഇടിക്കാൻ പോകുന്നു, നിൽക്കാൻ പോകുന്നു. നിനക്ക് കുറച്ച് സമയം കാണിച്ചോടേ, നിനക്ക് കുറച്ച് ബ്രേക്ക് ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് അവനെ വഴി വിടാമെന്ന്, മറ്റവനെയാണ് ബ്രേക്ക് ചെയ്യാൻ പറയുന്നത്. ഇങ്ങനൊക്കെ ചിന്തകൾ നമ്മുടെ പ്രീ ജഡ്ജ്മെന്റ് ആയിരിക്കാമെന്നേ പറയുന്നത്. എവരിവെയർ MAY മേയാണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സർ, താങ്ക് യു. അപ്പൊ നമുക്ക് ഒരു മെഡിറ്റേഷനിലേക്ക് പോകാം അല്ലേ? ഒരു മെഡിറ്റേഷൻ കൂടെ ചെയ്ത് യെസ് വി ഷാൽ ഗോ ഫോർ ബോഡി സ്കാൻ പോണം. എത്ര സമയമായി സർ? 13 അല്ലേ? അപ്പൊ വി വിൽ ഗോ ഫോർ ഗ്രൗണ്ടിങ്. ചെറുത് മതി. ചെറുത് മതി. അപ്പൊ വി വിൽ ഗോ ഫോർ എ ഗ്രൗണ്ടിങ് എക്സസൈസ്. വളരെ സിമ്പിളായിട്ട് പോവാം. ഞാൻ എന്നും പറയുന്ന പോലെ കാല് രണ്ടും മീൻസ് ബോഡി നിമിർത്തിയിരിക്കുക, കാല് രണ്ടും ഫേം ആയിട്ട് ഗ്രൗണ്ടിൽ ശരിക്കും ടച്ച് ചെയ്യിപ്പിക്കുക. ഫുൾ ബോഡീനെ ടച്ച് ചെയ്യിപ്പിച്ചിരുന്നിട്ട് കഴുത്ത് ഇറ്റ്സ് ഓൺ ലെവലിൽ നോക്കുക, ഓൺ ലെവലിൽ നോക്കിക്കൊണ്ടിരിക്കുക. കൈ രണ്ടും തുറന്ന രീതിയിൽ എയ്തർ ഓൺ ദ ലാപ്പ്, തുടയുടെ മുകളിലോ അല്ലെങ്കിൽ കസേരയാണെങ്കിൽ ആംറസ്റ്റിന് മുകളിൽ വെക്കുക. വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ തോട്ട് പ്രോസസ്സറും ആ തോട്ട് പ്രോസസ്സിന് ഒന്നും ഡോണ്ട് ഗെറ്റ് ക്യാരിഡ് അവേ ബൈ യുവർ തോട്ട് പ്രോസസ്. തോട്ടുകളെല്ലാം വരും, തോട്ട് അതേപോലെ പോകും, തോട്ടിന്റെ പുറകിൽ പോകരുത്. യു ട്രൈ ടു അറ്റൻഡ് ടു യുവർ ബ്രത്ത്. അതാണ് aware that you are doing a meditative practice and try to attend to that meditative practice. അതിന്റെ ഒരു ഭാഗമാണ് താങ്കൾ ബ്രീത്തിങ്ങിലോട്ട് നോക്കുന്നത്. ഓക്കെ, സിറ്റ് ദർ ഐഡിയലിസ്റ്റിക്കലി ആൻഡ് സ്ട്രെയിൻ വേണ്ട, റിലാക്സ് ആയിരിക്കുക. നിമിർന്നിരിക്കണം, പക്ഷെ റിലാക്സ് ആയിരിക്കണം. അതാണ് മെയിൻ പോയിന്റ്. നിമിർന്നിരിക്കുമ്പോൾ ഈ മസിൽ പിടിച്ച് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒന്നും ഇരിക്കണ്ട. ഇതിൽ there is no concentration at all. Everywhere be aware and attend. അപ്പോൾ ഫ്രീ ആയിരുന്നുണ്ട് you try to tell in your mind that you are going to do a ground exercise. മൈൻഡ് എടുത്ത് ചോദിക്കുക. മൈൻഡ് when it says yes, kindly close eyes when it says yes. അത് പറയാത്ത പക്ഷത്തിൽ അല്ലെങ്കിൽ അപ്രൂവൽ തരാത്ത കാലത്തോളം ഡോണ്ട് ഡു ഇറ്റ്. സോ സ്മൂത്ത്ലി ചെയ്യണമെങ്കിൽ you have to take clearance by which your body will be cooperating with you. അപ്പോൾ അത് ആ സമയത്ത് എന്ത് ചെയ്യണം? പതുക്കെ കണ്ണടയ്ക്കുക. You take 5 deep breath, then go to normal breath. Okay. അപ്പം we will have, എല്ലാവരും കണ്ണ് അടച്ചെന്ന് തോന്നുന്നു. Start, attend to your breath. We will have deep breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Now shift your attention to your normal breath. Inhale, exhale. Inhale, exhale. Please continue. Now shift your attention to the body parts which are touching the ground.
പ്രോബ്ലി കാൽപാദങ്ങൾ മാത്രമായിരിക്കാം, ബിക്കോസ് എല്ലാവരും കസേരയിലായിരിക്കുന്നെന്ന് തോന്നുന്നു. തറയിലിരിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ പോർഷൻസ് ടച്ച് ചെയ്യും, അതുകൊണ്ടാണ് അങ്ങനത്തെ വാചകങ്ങൾ പറയുന്നത്. അപ്പം ഇൻ കേസ് ഇഫ് യു ആർ ഓൺ എ ചെയർ, kindly attend to your body portion or palms, how much pressure the palm is giving. അപ്പം അതിൻ്റെ എർത്തിൻ്റെ മുകളിൽ എത്ര പ്രഷർ കൊടുക്കുന്നു, എങ്ങനെ അമിഴ്ന്നിരിക്കുന്നു, എങ്ങനെയൊക്കെ അതിൻ്റെ റിയാക്ഷൻ തോന്നുന്നു, അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. Now try to attend the body portions which are touching either your chair or other furniture. Now attend to your body portion which are touching other body portions. താങ്കളുടെ ദേഹത്തിൽ ഒരു ബോഡിയുടെ ഒരു അവയവം വേറൊരു ബോഡി പോർഷനിൽ ടച്ച് ചെയ്യുന്ന എത്ര പോർഷനാണ് ടച്ച് ചെയ്യുന്നത്, എങ്ങനെയാണുള്ളത്, അതിൻ്റെ സോഫ്റ്റ്നെസ് എങ്ങനെയുണ്ട്, സ്റ്റിഫ്നെസ് എങ്ങനെയുണ്ട്, എത്ര പ്രഷറുണ്ട്, എങ്ങനെയാണ് ആ ഏരിയയിലുള്ള ബ്ലഡ് റണ്ണിങ് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. Now attend to your breath alone. Inhale, exhale, inhale, exhale, inhale, exhale. Continue. Now shift your attention to deep breath again. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now shift your attention to your normal breath and try to tell your mind that in case if you have completed your meditation, seek permission from your mind to open your eyes. Before opening the eyes, take both the hands together, start from so that the mouth is felt, absorb, and keep over the ear, eyelids, earlobe, and neck. Okay. Eyelid, earlobes, neck. And after completing this, open your eyes very slowly, 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 and slowly open it. I hope everybody would have done it. I'm happier. ഈ ബ്രത്തും ഇതെല്ലാം പറഞ്ഞതിൽ എന്തിനാണ് ഈ ഗ്രൗണ്ടിങ് എക്സസൈസിൽ കാൽപാദം എത്ര പ്രഷറായിരിക്കുന്നു, അല്ലെങ്കിൽ കസേരയിൽ എന്താണ് ചെയ്യുന്നു, അല്ല ഒരു ബോഡി പോർഷൻ വേറൊരു ബോഡി പോർഷൻ ടച്ച് ചെയ്യുന്നെന്ന് പറയുന്നതിന് എന്തെങ്കിലും തിയറീസ് ഉണ്ടോ എന്ന് വെച്ചാൽ സിമ്പിൾ തിയറിയാണ്. നമ്മുടെ മൈൻഡ് വെരി ഐഡിയലിസ്റ്റിക് സ്റ്റേറ്റിൽ എപ്പോഴും എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ്സിൽ അഡിക്റ്റായി നിൽക്കും. അപ്പം അതിന് പകരം ഇഫ് യു ഗീവ് എ ജോബ് ടു മൈൻഡ്,
ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ ആ പണി ചെയ്യും. ആ സമയത്ത് വേറെ ഡിസ്റ്റർബൻസ് പരമാവധി കുറയും. അപ്പം ആ ഓരോരോ പണികൾ നമ്മൾ ഇൻഡിവിജ്വലി ഓരോരോ സെഗ്മെന്റിൽ നമ്മുടെ അറ്റൻഷനെ കൊണ്ട് ചെല്ലുമ്പോൾ അതിന് മാത്രം നോക്കും. 1 at a time, ലിവിങ് ഇൻ ദ പ്രസന്റ്. അത് ചെയ്യുന്നതിൻ്റെ ഓരോരോ സ്റ്റെപ്പുകളാണ് ഇത്. അത്രയേ ഉള്ളൂ. അല്ലാതെ വെദർ സയൻറ്റിഫിക്കലി ബോഡി പോർഷൻ, ടച്ചിങ് ബോഡി പോർഷൻ ഫസ്റ്റ് വന്നാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിച്ചാൽ വളരെ സിമ്പിളറാണ്. ഇറ്റ് ഈസ് എ സ്റ്റെപ്പ്. Even steps are changing, it may not disturb you. Only thing, we are trying to be aware that we are attending our body and we are attending to that particular job. അതാ ഒരു പ്രക്രിയയിലേക്ക് കൊടുക്കുമ്പോൾ ആ സമയം നമ്മുടെ ബോഡി അത് മാത്രം ചെയ്യും. ഇത് ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? പ്രീഫ്രണ്ടൽ കോർട്ടക്സിന് ഗ്രേ മാറ്റർ തിക്നെസ് കൂടും, പിന്നെ അമിഗ്ഡലയുടെ ഗ്രേ മാറ്റർ തിക്നെസ് കുറയും. ഈ 2 കാര്യമാണ് നമുക്ക് എൻഡ് റിസൾട്ട് ആവശ്യം. പ്രീഫ്രണ്ടൽ കോർട്ടക്സിന്റെ ഗ്രേ മാറ്റർ തിക്നെസ് കൂടിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഫെയർ ആൻഡ് ഫാസ്റ്റർ ആയിരിക്കും. FAIR, ഫെയർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. മീൻസ് ചെയ്യുന്നത് നല്ല കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കും ആൻഡ് ഫാസ്റ്ററുമായിരിക്കും. ഇത്രയേ ഉള്ളൂ. And thanking each one of you for attending meditation, holistic meditation, 3rd portion. And today's portion was self-awareness for strong relationship and cognitive improvement by which mindfulness reaches. And വേറെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയും 1-2 മിനിറ്റ് വേണമെങ്കിൽ ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ I am giving the mic to Sabu sir. ഓക്കെ സാർ, താങ്ക് യു. സ്ട്രോങ് റിലേഷൻഷിപ്പിന് മൈൻഡ്ഫുൾ ആയിട്ടുള്ള എന്താണ് അപ്രോച്ച്, അതാണ് സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. നമ്മുടെ മനസ്സ് എപ്പോഴും ഏതെങ്കിലും ചിന്തയിൽ ഉടക്കി കിടക്കും. ആ ഉടക്കി കിടക്കുന്ന ചിന്തയിൽ നിന്ന് മൈൻഡ്ഫുള്ളായി അതിനെ റിലീസ് ചെയ്ത് ഇപ്പോൾ ഏറ്റവും പ്രയോജനകരമായ ചിന്തയിലേക്ക് അതിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ജീവിതം സുന്ദരമായിരിക്കും, മനോഹരമായിരിക്കും. അത് ചെയ്യുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. അല്ലാത്തവർക്ക് ഇതൊരു മാർഗനിർദ്ദേശമാണ്. സോ താങ്ക് യു. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും സംസാരിക്കണേ പറയാം. എനിക്ക് സാറ് പ്ലീസ് ജോലിക്ക് ശേഷം വിൻസെന്റ് സാർ പെട്ടെന്ന് പറയാം. 8:30 ഒന്നും പറയാനില്ല സാർ. വളരെ താങ്ക്സ്, വളരെ താങ്ക് യു. കാരണം മാഡം പറഞ്ഞ പോലെ ജോഹരി വിൻഡോ ഞാനും പഠിച്ചിട്ടുണ്ട്. ഇത്രയും കൃത്യമായിട്ട്, ഇത്രയും വളരെ ലളിതമായിട്ട് അത് മനസ്സിലായത് ഇപ്പോഴാണ്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു വിൻസെന്റ് സാർ. വേറെ ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത ഒരു പോസിറ്റീവായിട്ട് എപ്പോഴും സാറിന് ഒരു അപ്രീസിയേഷൻ കൊടുക്കുന്നത് എപ്പോഴും നല്ലത്. മൈൻഡ്ഫുൾനെസിന്റെ ഏറ്റവും ഉയർന്ന നിലവാരമാണ്. ഈ നിമിഷത്തിൽ കിട്ടാനുള്ള ഒരു ക്രെഡിറ്റുകളും കൊടുക്കാതിരിക്കും. പറയും സ്നേഹലത മാം. ഇളങ്കോ എന്റെ ഫ്രണ്ടാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൈക്കോളജിക്കൽ. യെസ് മാം, യെസ്. മാക്സിമം സ്ട്രോക്ക് തന്നു കഴിഞ്ഞു അല്ലേ? അതെ, മാക്സിമം സ്ട്രോക്ക് തന്നു കഴിഞ്ഞു. ഇദ്ദേഹം ഇവിടെ കാണാറില്ല. ഓസ്ട്രേലിയ, ജർമ്മനി ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും. അതെ, മക്കളെ സ്നേഹിക്കുന്നവർ. മക്കളെ സ്നേഹിക്കുന്നവർ. അതെ, മക്കളെ മാത്രമല്ല സാർ, ആ എൻവയോൺമെന്റും സ്നേഹിക്കും. അതെ, നല്ല കാര്യം സ്നേഹിത മാം. യെസ്. വേറെ ആർക്കെങ്കിലും ശോഭ, ആർക്കെങ്കിലും ഉഷാകുമാരി, ജസ്റ്റ് ഒരു വിശേഷം പറയാം. യെസ്, ഉഷ മാം പറയും. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് മാം. നല്ല ക്ലാസ് ആയിരുന്നു, പ്രത്യേകിച്ച് മെഡിറ്റേഷൻ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക്സ് എ ലോട്ട് മാം. ഇതിന്റെ എല്ലാം വൈന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് മെഡിറ്റേഷൻ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ ഒരു ഉന്മേഷം തോന്നും. അതുകൊണ്ടാണ്. താങ്ക് യു മാം. അതെ സാറേ, ഒന്നോ രണ്ടോ ഇതിന്റെ ഗുണങ്ങൾ സാറ് മാത്രം പറഞ്ഞാൽ നല്ല ക്ലിയർ അല്ലായിരുന്നു. അതായത് നമ്മൾ മോർ സെൽഫ് അവെയർ ആകുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടും, സോഷ്യൽ കണക്ടിവിറ്റി കൂടും, സ്ട്രോങ് സോഷ്യൽ റിലേഷൻഷിപ്പ് കൂടും, നമ്മൾ കാം ആൻഡ് പീസ് ആകും, സൊസൈറ്റി എങ്ങനെ കാം ആൻഡ് പീസ് ആകും. ഇതെല്ലാം വളരെ നല്ല രീതിയിൽ പറഞ്ഞു. നമുക്ക് തന്നെ ഇത് ജീവിതത്തിൽ ഒരു ഭാഗമാക്കാം. ദെൻ വി വിൽ ബി മോർ ഹാപ്പി. എന്തായാലും നമ്മൾ ഈ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ നമ്മൾ അനുസരിച്ച് നീങ്ങണം.
നമുക്ക് സന്തോഷം കിട്ടും, മറ്റുള്ളവർക്കും സന്തോഷം കൊടുക്കാൻ സാധിക്കും. മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നമ്മൾ പെരുമാറണം എന്നുള്ള ഒരു വളരെ ഫാക്ട് അതെല്ലാവരും നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലൊന്നും പറയുന്നതിന് സമയമായി. സാറിന് എല്ലാവിധ ആശംസകളും, എല്ലാ വിജയങ്ങളും. നല്ല ക്ലാസ് ആയിരുന്നു. ഈ കൂടുതൽ ക്ലാസ് രമാവതി സാബ് സാർ സമയമില്ല സാറ്, നല്ല ക്ലാസ് ആയിരുന്നു സാറ്. സാറ് ക്ലാസ് എടുക്കുമ്പോഴുള്ള പ്രത്യേകത നല്ല കഷ്ണം മുറിക്കുന്ന പോലെ നല്ല വൃത്തിയായി മനസ്സിലാവും നമുക്ക്. കാരണം വളരെ ക്ലിയർ ആയിട്ടാണ് സാറ് പറയുന്നത് കാര്യങ്ങൾ. അതും എക്സാമ്പിൾ സഹിതാ സാറ് കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും നമ്മളിത് എന്താ പറയേണ്ടത്, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാനിങ്ങനെ കൂട്ടായിരുന്നു എനിക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ള രീതിയിലൊരു കണക്കൂട്ടലും മനസ്സിനുള്ളിലേക്ക് വന്നു. എന്തായാലും ഡിസ്റ്റിങ്ഷൻ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. അപ്പൊ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. നമുക്കെല്ലാവരും ഡിസ്റ്റിങ്ഷൻ കിട്ടുന്ന ആൾക്കാരാണ് നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഈ കുട്ടികളെ സംബന്ധിച്ചിട്ട് മറ്റുള്ളവരെ സംബന്ധിച്ചിട്ട് ഈ മൂവി ഇങ്ങനെയുള്ള അനുകരിക്കുന്നോണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്നത്. ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് അവർക്ക് കിട്ടുന്നത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നാളത്തെ വിഷയം നമുക്ക് ഇന്ന് മൈൻഡ്ഫുൾ തെറാപ്പി ആണെങ്കിൽ നാളെ മ്യൂസിക് തെറാപ്പിയാണ്. മറവിയും സംഗീതവുമാണ് വിഷയം. രാഗപരിയും ശിവരഞ്ജിനി പാട്ടുകളൊക്കെ പാടാൻ തയ്യാറായി വരും. എല്ലാം സ്ക്രീനിൽ കാണിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇളങ്കോ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട് സാർ. താങ്ക് യു എവരിബഡി. താങ്ക് യു.